ഹായ് ഗൈസ്, ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറെ ദിവസമായി നമ്മൾ ഓജിക്കാർ ഇവിടെ മാത്രം ഇരുന്നിട്ട്, റിയൽ ഓജീസ് വന്നിട്ട് ഒരുപാട് നാളായി. നമ്മൾ നമ്മളെ തന്നെ ഓജി എന്നാണ് വിളിക്കുന്നത്. ഇത് ഓജി വിനു, അത് ഓജി ദാസൻ, ഓജി ശ്രീകാന്ത്. നീ മറ്റങ്ങേരാന്ന് വിചാരിക്കും. ഓജിയല്ല, നമ്മള് മറ്റേ പോഡ്കാസ്റ്റ് തുടങ്ങിയ സമയത്തുള്ള ഓജി. ഇനി ഒരു ഓജി നമ്മളുടെ പുറകില് ഇരിപ്പുണ്ട്, ക്യാമറയ്ക്ക് പുറകിൽ. നമ്മള് കൊറേ നിർബന്ധിച്ചു, പക്ഷെ പയ്യന് വരാൻ താല്പര്യമില്ല. അതിൽ സെന്റിമെന്റ്സ് വരെ ഇട്ടു. അതെ, ഞാൻ ഇമോഷണൽ ആയിട്ട് പിടിച്ചു നോക്കി, പക്ഷെ പറ്റിയില്ല, നടക്കുന്നില്ല, അവൻ വരുന്നില്ല, ഒന്നിലും വീഴുന്നില്ല. എനിക്കോട് ഇന്നത്തെ ടോപ്പിക് കേട്ടോണ്ടാണ് അവൻ വരാത്തതെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് കേരള ഇലക്ഷൻസ്. അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, കേരളം ആകാംക്ഷയോടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ. 2026 ഇലക്ഷൻ. നമ്മൾ വരണ വഴിക്ക് തന്നെ ചേകോണ്ടത്തൊക്കെ ഭയങ്കര ബഹളം. ഇലക്ഷന്റെ വണ്ടിയും കോൺഗ്രസിന്റെ പ്രകടനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് മറ്റേ പാട്ടൊക്കെ വീണ്ടും പഴയ പാട്ട്, പഴയ മറ്റേ അയ്യപ്പന്റെ പോറ്റിയെ പാട്ടൊക്കെ അതല്ലേ, അത് ഭയങ്കര റൈം. പക്ഷെ അത് BJP എടുത്തല്ലേ, BJP എടുത്തു. കോൺഗ്രസ് കോപ്പിറൈറ്റ് കൊടുക്കാനുള്ള അത് നിങ്ങൾ സ്ട്രൈക്ക് കൊടുക്കണം. അതിവിടെ അത് യൂസ് ചെയ്യാൻ പാടില്ലേ? അവര് ഇത്രയും സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം അത് ഭയങ്കര ഡാമേജ് ചെയ്ത പാട്ടാണ്. അത് ഇതുവഴി ഇവര് കേട്ടിട്ടുണ്ട്. ആ ഒരു സാധനം മറ്റേ കഴിഞ്ഞ ഇലക്ഷന് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ് പഞ്ചായത്ത് ഇലക്ഷൻ. പക്ഷെ ഇത് പഞ്ചായത്തല്ല, ഇവിടെ മാറും, ഡൈനാമിക്സ് മാറും. പിന്നെ ഈ ഇലക്ഷന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇവിടെ സെലിബ്രിറ്റികളുടെ ഇലക്ഷൻ കൂടെ. അതെ, ഇത് തമിഴ്നാടാണോ എന്ന് തന്നെ നമുക്ക് തമിഴ്നാട് കൾച്ചർ അല്ല. തമിഴ്നാടിൽ എനിക്ക് തോന്നുന്നു ഇത്രയും തമിഴ്നാടില് എനിക്ക് തോന്നുന്നു മെയിൻ സ്ട്രീം ആക്ടേഴ്സ് ആണ് വരുന്നത്. പക്ഷെ ഇവിടെ ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിൽ ഒരു ഇത് അവസാനത്തെ ഫൈനൽ 3 ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടും. ഫൈനൽ 3 വേണമെന്നില്ലടാ. വീണാരൊക്കെ നേരത്തെ തോറ്റുന്നത്. മറ്റേ ലക്ഷ്മി പ്രിയൊക്കെ മറ്റേ ബുള്ളറ്റിൽ കയറിയല്ലേ ലാസ്റ്റ് ഫൈനൽ 5 കണ്ടേക്ക്. ഫൈനലിലാണ് പോയത്. ഫൈനലിൽ ബുള്ളറ്റ് കയറി ഫൈനലായിരുന്നല്ലേ. ഫൈനൽ 5ലോ 6ലോ ആണ്. ഓക്കെ, അതുവരെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ കിട്ടും. ഒരു 90 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിജിബിൾ ആണെന്നാണ് അവരുടെ ഒരു ക്രൈറ്റീരിയ. അത് പക്ഷെ കൊള്ളാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ച്, ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ച് ട്രോളും അല്ലായിരിക്കും ഒന്ന്. മറ്റേ പുള്ളി 2020 പുള്ളി വന്നിട്ട് ഇങ്ങനെ പറയുമല്ലോ, ഇവരൊക്കെയാണ് നമ്മളുടെ സ്ഥാനാർത്ഥികൾ, നമ്മൾ കുറച്ച് സെലിബ്രിറ്റീസിനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഇങ്ങനെ പറയും വീണ നായർ. പുള്ളിക്കാരിയെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ വെള്ളിമൂങ്ങ എന്ന സിനിമയിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ തമാശക്ക് പറയണായിരിക്കോ? അല്ല, സീരിയസ് ആയിട്ട് അതൊക്കെ പറയ. പക്ഷെ എന്തോ നിർഭാഗ്യവശാൽ അവർക്ക് വോട്ടില്ലായിരുന്നു. വീണ നായർക്കും വോട്ടില്ല, ലക്ഷ്മി പ്രിയയ്ക്കും വോട്ടില്ല. പക്ഷെ ഇവരെ ഈ കൊണ്ടുവച്ചിട്ട് പിന്നെ ഈ വോട്ടില്ല എന്നുള്ളൊരു സാധനം കൂടെ പറയുമ്പോൾ ട്രോൾ ആയി പോയി അല്ലേ? അവര് ഈ ഒരു അതൊക്കെ നോക്കിയിട്ട് ഇറക്കാനുള്ളതായിരുന്നു. ഇനിയും സാഹചര്യക്ക് ഇത് ചെയ്തതായിരിക്കോ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിട്ട്? ചുമ്മാ ഒരു പേരൊന്നും കത്തിക്കാൻ ചെയ്ത് തന്നെ. ഇത് അറിയായിരിക്കൂലേ അവർക്ക്? മണ്ടത്തരോ കാര്യങ്ങൾ കാണിക്കും. അറിയായിരിക്കും അറിഞ്ഞൂടാ. ഇവരെ ഇറക്കുന്നത് ഇവര് ഒരു മാധ്യമ ശ്രദ്ധ കിട്ടാനാണ്. സാധാ ആൾക്കാരെ കിട്ടാതെ സെലിബ്രിറ്റി മാത്രം ഇറക്കുമ്പോൾ 2020 എന്നുള്ള ഒരു പേര് അറിയും. അങ്ങനെയാണ്. പുതിയൊരു പാർട്ടിയല്ലേ, അതറിയണം. ഇത് ജയിക്കുമെന്ന് അവർക്കൊരു ഇതുമില്ല. 2020 പുള്ളിക്കാരനെയും ആ സെലിബ്രിറ്റിയിലൂടെ കുറച്ചുപേരെ അറിയും, അത്രേ ഉള്ളൂ. പിന്നെ പുള്ളിക്കാരനെ അറിയേണ്ട ആവശ്യമില്ല, അറിയാം. ഫേമസാ. പിന്നെ കിഴക്കമ്പലമൊക്കെ ഫേമസ് ആണ്. പിന്നെ ഇവർക്ക് പറഞ്ഞ പോലെ ശരിയാ, പബ്ലിസിറ്റി ആണ്. ഈ ആ പാർട്ടിക്കും ഇവർക്ക് ഒരു പബ്ലിസിറ്റിയാണ്. നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലേ? പോസിറ്റീവ് പബ്ലിസിറ്റി ആയാലും അവരെന്തായാലും ജയിക്കാൻ പോകുന്നില്ലല്ലോ. നല്ല ആൾക്കാര് ഇപ്പം നല്ല മറ്റേ രാഷ്ട്രീയ പരിചയമുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് കിട്ടിയാലും ഈ ഇത്രയും കവറേജ് കിട്ടണമെന്നില്ലല്ലോ. എന്തായാലും തോക്കും. പക്ഷെ ഇങ്ങനെ ഈ ഇവര് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ഇല്ലാത്തവരെ തന്നെ കറക്റ്റ് മാറ്റേണ്ട ബുദ്ധിയല്ലേ? അത് ബുദ്ധിപരമായ നീക്കം ആയിരിക്കോ? അത് ബുദ്ധിപരമായ നീക്കം ആയിരിക്കും എന്തോ. അത് അങ്ങനെ ആയിരിക്കും. ഒരു ബിസിനസ്മാനും കൂടിയാണ്. അപ്പം ഒരു റേജ് ചെയ്തായിരിക്കില്ല, ചിലപ്പോ ജെന്യുവനായിട്ട് ചെയ്തായിരിക്കും. തീരുമാനം വരുന്നതാണ്, അതായിരിക്കും. അല്ല, ഇതിന്റെ ഫസ്റ്റ് തുടക്കം മറ്റേ പുള്ളി അഖിൽമാരാണ് ഇവരുടെ മറ്റേ എന്താ ഐക്കൺ കാൻഡിഡേറ്റ്. അത് ചക്കയാണ് 2020 ചിഹ്നം. ഞാനിങ്ങനെ കൊച്ചിയില് ഓഫീസിന്റെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ചില
പോർഷനിലൊക്കെ ഇവരുടെ മതിലിൽ ഈ സാധനം ഉണ്ട്, പോസ്റ്റർ ഉണ്ട് അഖിൽമാരാരുടെ ഒരു ചക്ക ചിഹ്നം വെച്ചിട്ട് ചക്ക ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക ജനങ്ങളോടൊപ്പം. അങ്ങനെ എന്തോ ടാഗ് ലൈനൊക്കെ ഉണ്ട് നല്ല. പിന്നെ പുള്ളി പറയണത്, പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. പുള്ളി പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 100 ദിവസത്തെ ബിഗ് ബോസ് കണ്ടവരാരും വേറൊരു മാറ്റിക്കുത്തൂല വെച്ച് കഴിഞ്ഞാൽ എലിജിബിൾ ആണെന്നാണ് പുള്ളി പറയണത്. പക്ഷെ റോബിൻ പറയണത് അതുപോലെ തന്നെയാണ്. റോബിനും സെയിം ആണ് കേട്ടോ. ഇവർ രണ്ടുപേരും അടിയാണെങ്കിൽ ഇത്തവണ ഇവർ രണ്ടുപേരും ഒരേ മുന്നണിയിലാണ്. ഒരാള് BJPക്ക്, ഒരാള് 2020-ലാണെങ്കിൽ NDA മൊത്തത്തിൽ ഒരു കൊടക്കീഴിലാണ്. പുള്ളി പറയണതും ജയിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനകത്ത് മോഡിജിയെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ കൊണ്ടുവരുമെന്നാണ് വാഗ്ദാനം. ജയിക്കില്ലെന്ന് അറിയാം. കുണ്ടറയാണ് നിൽക്കുന്നത്. കൊല്ലത്തല്ല, കുണ്ടറയിൽ മോഡിജിയെ കൊണ്ടുവരും. അത് കൊല്ലത്തുനിന്ന് ഇറക്കാതെ കുണ്ടറയെ തന്നെ കൊണ്ടുവരും. അതെ, കൊല്ലം എനിക്ക് തോന്നുന്നു ഏത് വഴി കൊല്ലത്തിറക്കാതെ എങ്ങനെ പോവും? അഞ്ചൽ വഴി, അതും കൊല്ലമല്ലേ? ഏത് വഴിയാണോ എന്തോ ആ വഴി ഇത്തിരി വല്ലാത്ത വഴിയായിരിക്കും. ഇതെന്തായാലും ഓൾ ദ ബെസ്റ്റ്. അല്ല, ഇവർ രണ്ടുപേരും ഒരു സിനാരി ആലോചിച്ച് നോക്ക്. ഇവർ രണ്ടുപേരും ജയിച്ച് ആലോചിക്കുക. ഇവർ രണ്ടുപേരും ജയിച്ചു. ആരും റോബിനും ജയിച്ച്, നമ്മുടെ അഖിൽമാരും ജയിച്ചു. ഇവർ രണ്ടുപേരും NDA കാൻഡിഡേറ്റ്സ് ആണല്ലോ. അപ്പൊ നിയമസഭയിലൊക്കെ ഇവർ ഒരുമിച്ച് അടുത്തൊക്കെ ആയിരിക്കുമല്ലോ ഇരിക്കേണ്ടത്. അപ്പൊ തന്നെ ഇതൊക്കെ മറക്കുമായിരിക്കും അല്ലേ, മറ്റേ ഉടക്കൊക്കെ. അവരുടെ ഒരു മുന്നണിയിലല്ലേ? പിന്നെ എന്തായാലും സീറ്റ് കിട്ടണ തന്നെ അങ്ങനെ നോക്കുകയാണെങ്കിൽ അല്ലേ വലിയ കാര്യമില്ല. അപ്പോഴും അതൊക്കെ മറക്കും. അഖിൽമാരാറ് സംസാരിക്കുമ്പോ ഒരാളെങ്കിലും വേണ്ടേ? അഖിൽമാർ അങ്ങനെ റോബിൻ മോശമാണോ അതില്? റോബിൻ ഏറി പോണ സാധനമൊന്നും അല്ല. അഖിൽമാരുടെ സാധനം നമ്മൾ കുറെ കണ്ടു. മറ്റേ ഇപ്പം നിങ്ങൾ മറ്റേ തൊപ്പിയുടെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് കണ്ടു നോക്കിയാൽ മതി. അതിൽ മനസ്സിലാവും പുള്ളി എത്ര പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആയി പോയത്. നേപ്പാളിനെ കുറിച്ച് സംസാരിക്കാൻ എന്തോ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അത് നേപ്പാളല്ലേ, മറ്റേ റഷ്യൻ വിപ്ലവം. നീ റഷ്യൻ വിപ്ലവത്തിനെ കുറിച്ച് സംസാരിക്കണം. എന്നാലും അഖിൽമാരാർ ഈ ഇലക്ഷൻ ഒരു കൊഴുത്തത് നമ്മുടെ പിഷാരടിയുമായിട്ടുള്ള ഒരു പിഷാരടിയുമായിട്ടുള്ള ഒരു ഇതിലാണ്. സാധാരണ ഈ മണ്ഡലം മാറിയെന്ന് ആൾക്കാർ മറ്റേ ഇത് സെലിബ്രിറ്റിയും കൂടെ ആയതുകൊണ്ടായിരിക്കും. അത് സംഭവം ഈ ഇപ്പം UDF-ന്റെ കാൻഡിഡേറ്റ് ആയിട്ട് പാലക്കാട് നിൽക്കുന്നത് രമേശ് പിഷാരടിയാണ്. അപ്പൊ എന്തോ രമേശ് പിഷാരടി നിൽക്കുന്നതിന് കുഴപ്പമില്ല, ഞാൻ അങ്ങനത്തെ രമേശ് പിഷാരടി രാഷ്ട്രീയപരമായിട്ട് എന്ത് ചെയ്തു ഞാൻ അപ്പോഴേ അങ്ങനെയാണ് രമേശ് പിഷാരടിയാണ് പറഞ്ഞത്. പുള്ളിക്കാരനെ കാര്യം ചോദിച്ചപ്പോഴ് പുള്ളി അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ മാത്രമല്ല അഖിൽമാരാർ പണ്ട് മറ്റേ UDF-ന്റെ ഇതായിരുന്നു പുള്ളി. ഞാൻ ഒരു ഇത് കണ്ടു, റീലിൽ പറയും എന്നെ സംഖ്യയാക്കാൻ ആരും നോക്കണ്ട, ഞാൻ സംഖ്യ ആവില്ല. അത് നിലപാട് ഇങ്ങനെ അവിടെ ഇതാക്കും. പക്ഷെ ഇപ്പോഴും പുള്ളി പറയുന്നത് സംഖ്യയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ NDA ഇതാണ്. അപ്പം പുള്ളി അത് വഴിയാണ് പോയത്. അതുകൊണ്ട് അല്ല, പക്ഷെ ഒരേ മുന്നണിയാണ്, സംഖ്യയല്ല. പിന്നെ മറ്റേതിലും പറയും. എനിക്ക് തോന്നുന്നു UDF-ൽ ശ്രമിച്ചു കാണും, അവര് ഒഴിവാക്കി വിട്ടതായിരിക്കും. ആരോ പറഞ്ഞു തോന്നുന്നു കൊട്ടാരക്കര നിൽക്കുമെന്ന് അങ്ങോട്ട് പറഞ്ഞല്ലേ? കൊട്ടാരക്കര നിൽക്കാൻ സാധ്യത ഉണ്ട്, പുള്ളിനെ നിർത്താൻ സാധ്യത ഉണ്ടെന്നുകൊണ്ടാണ് പറഞ്ഞു. അപ്പം VD സതീശനാണോ പറയണത്? നിങ്ങളെന്തോ VD സതീശനല്ല, ഇത് രമേശ് ചെന്നിത്തല പറയും പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും നിൽക്കാൻ യോഗ്യത ഇല്ലാത്തവരെയൊക്കെ എന്തിനു പറയണേ അതിന് പറയും. മറ്റു വേറെ ആരും ഇതേപോലെ പറയും, നമ്മൾ മാധ്യമ സൃഷ്ടികളാണ് നമ്മൾ, അങ്ങനെ എന്തോ ഒരു സാധനവും ഞാൻ കേട്ടു. അങ്ങനെ എല്ലായിടത്തും താറ്റുന്നപ്പോഴത്തേക്ക് എന്നാ പിന്നെ ഞാൻ പോണെന്ന് പറഞ്ഞ് പോയായിരിക്കും. ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അങ്ങനെ 2020-ലാണ് ഇപ്പൊ പുള്ളി നിൽക്കുന്നത്. പക്ഷെ രമേശ് പിഷാരടിയായിട്ടുള്ള ഒരു ആ കോൺഫ്ലിക്ട് നല്ല രസമായിരുന്നു. അത് ഈ സാധനം കേട്ടപ്പോഴത്തേക്ക് രമേശ് പിഷാരടി അപ്പൊ തന്നെ രമേശ് പിഷാരടി ചോദിച്ചു അഖിൽമാരാറിന്റെ ഇത് കേട്ടോന്ന്, പുള്ളി അങ്ങ് അവോയ്ഡ് ചെയ്യും. ഈ രമേശ് പിഷാരടിയുടെ ഒരു ആ ഒരു സർക്കാസം ലെവല് ഇത്തിരി വേറൊരു സാധനമാണ്. അതൊരു ഇന്റലിജൻസ് സാധനമാണ്. അതാണ്
അപ്പൊ ആ രീതിയിൽ അങ്ങ് താറ്റി വിട്ടു. ഒഴിവാക്കി. പുള്ളി അത് പിന്നീട് ഇത് തിരിച്ചു പറയാനും പാടാ. അത് 1.5 വർഷത്തേക്ക് തിരിച്ചു പറയാൻ പറ്റാത്ത രീതിയിലാക്കി. അതാണ് ബ്രില്യന്റ് പ്ലേ. അത് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞതിനെ കുറിച്ചൊക്കെ മറുപടി പറയണമെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞ് പറയാം. ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇടണം, എന്നിട്ട് നോക്കണം, നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം, എന്നിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് പ്രതികരിക്കാം. പിന്നെ പറയും അവൻ പിന്നെ 1 വർഷം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയല്ലോ. അതായത് നിലപാടില്ലായ്മയാണ് പുള്ളി നിലപാടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ പറയും എന്നെ അഖിൽ മാരാറ് ശ്രദ്ധിക്കും പോലെ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ല. ഒരു ഇഗ്നോറൻസ് ആണ്. ഞാൻ അങ്ങനെ വലിയ കാര്യമാക്കുന്നില്ല എന്നുള്ള സാധനം പറയും. ഈ സാധനത്തിന് റിപ്ലൈ ആയിട്ട് അഖിൽ മാരാരുടെ അടുത്ത് ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോഴത്തേക്കും എന്തോന്ന് പണ്ട് മമ്മൂക്കയുടെ ഷോയില് ജോർജു ജോർജിന് സ്റ്റേജിൽ കയറ്റിയില്ല, അതിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുക. അതിന്റെ ഇടയിൽ ഇത് പേഴ്സണൽ അറ്റാക്ക് ചോദ്യം. അവര് അതിന്റെ ഇടയിൽ സിനിമ കയറ്റും, സിനിമയും ഷോയും. പുള്ളിക്ക് അറിയാവുന്ന എന്തോ സാധനം എടുത്തിട്ട് ഇളക്കി. പിന്നെ എനിക്ക് തോന്നുന്നു ആദ്യമേ 2 പേര് ഔട്ടായി പോയി. റൺഔട്ട് ആയ 2 പേരുണ്ട്. കേറുന്നതിന് മുന്നേ ടൈം ഔട്ട് ആയ 2 നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ റൺഔട്ട് ആവുന്ന 2 പേരാണ്. ഒന്ന് വീടാനായാലും ഒന്ന് ലക്ഷ്മിപ്രിയ. അതില് ലക്ഷ്മിപ്രിയ ഭയങ്കര കാര്യമായിട്ടാണ് പ്രസന്റ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ പെരുമ്പാവൂരിലാണ് നിൽക്കായിരുന്നത്. ഇപ്പൊ പറയും ഞാൻ താമസിക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ്. ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ നിന്നും പെരുമ്പാവൂരിലോട്ട് വീട് മാറേണ്ടി വരുമോ എന്നുള്ളതാണ് എന്റെ ഒരു പ്രശ്നം. കാര്യം ജയിച്ചു കഴിഞ്ഞാൽ വീട് മാറേണ്ടി വരും. പക്ഷെ ഇവരുടെ കോൺഫിഡൻസ് ആണ് എനിക്ക് അത് രാഷ്ട്രീയക്കാരെ കണ്ടുപിടിക്കണം. അത് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നിൽക്കാനേ പാടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഏതോ ഒരു ഇലക്ഷനിൽ ആരാ ചോദിക്കും ജയിക്കുമായിരിക്കും അങ്ങനെ എന്തോ പറഞ്ഞ പുള്ളിക്കാരിയെ മാറ്റും ഏതോ ഒരു ഇലക്ഷൻ, എനിക്ക് ഓർമ്മ ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വോട്ട് ചെയ്യൂല. മറ്റേ ആ നിർത്തിയവർക്ക് അതൊരു അപമാനമാണ്. അല്ല ഇതില് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഉറപ്പിച്ചു ഞാൻ ഇനി മാറേണ്ടി വരും, പിന്നെ കുഴപ്പമില്ല 20 മിനിറ്റ്. ലക്ഷ്മിപ്രിയ അവരുടെ ആ ഒരു സംസാര രീതി ഡ്രമാറ്റിക് ആണ്. ഭയങ്കര ബിഗ് ബോസിലുള്ള പോലെ തന്നെ ഭയങ്കര ഡ്രമാറ്റിക് ആണ്. അപ്പൊ ന്യൂസുകാരന്മാര് അതേപോലെയാണ് ചോദിക്കുന്നത്, ഇങ്ങനെയാണോ കാര്യമാണോ? അപ്പൊ അവരിങ്ങനെ ഭയങ്കര കാര്യത്തിൽ പറയും. പിന്നെ ചോദിക്കും എന്താണ് ഫസ്റ്റ് ചെയ്യാൻ പോണെന്ന് പറയും പെരുമ്പാവൂർ ഇപ്പൊ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭായിമാരാണ്. അപ്പം അതിനെക്കുറിച്ചൊരു ത്വരിതമായ ഒരു സാധനം അതെന്ത് ചെയ്യും? അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ആര് ജോലി ചെയ്യും? അല്ലെ അവരെ പറഞ്ഞുവിടാൻ ഒരു MLA ക്ക് പറ്റുമോ? പറ്റൂല. അവിടെ ബേസിക് നീഡ്സ് പറയായിരുന്നു, അല്ലെങ്കിൽ അവരെ കുറച്ച് ഐഡിയ എടുക്കണേന്റെ അങ്ങനെ ഒരു റെഗുലേറ്റ് ചെയ്യാം. കുറച്ച് സ്ട്രിക്റ്റ് ആക്കാന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഡ്രഗ്സ് പാൻ മസാല അതൊക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കോ എന്നൊക്കെ പറയാം. പക്ഷെ അവരോട് പറഞ്ഞത് ഭായിമാരുടെ സാധനം ഞാൻ ആദ്യം തന്നെ ശരിയാക്കും എന്നൊക്കെ പറയും. പക്ഷെ അതില് സത്യം പറഞ്ഞാൽ റോബിൻ പറഞ്ഞത് പിന്നെയും കുഴപ്പമില്ല സംസാരിക്കണത്. റോബിൻ കുറച്ചുകൂടെ ബിഗ് ബോസ് തള്ളുന്നില്ല. ബിഗ് ബോസ് കണ്ടവരെല്ലാരും എനിക്ക് വോട്ട് ചെയ്യും എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞത് ബിഗ് ബോസിൽ പോയതിന്റെ കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ വരാനാണ്. എനിക്ക് പണ്ട് തൊട്ട് രാഷ്ട്രീയത്തിൽ വരണമായിരുന്നു. പണ്ട് പറഞ്ഞത് സിനിമയിൽ വരണമെന്നായിരുന്നു. ആണ് പണ്ട് പറഞ്ഞത് രാവണ യുദ്ധം. പറഞ്ഞത് ബിഗ് ബോസിൽ പോയത് സിനിമയിലോട്ടുള്ള ഒരു ഓപ്പണിങ്ങിന് വേണ്ടി ആയിരുന്നു എന്ന് പറഞ്ഞതുപോലെ തോന്നി. പക്ഷെ ഇപ്പൊ പറഞ്ഞ അങ്ങനെയല്ല. ഇതായിരുന്നു ഇവരുടെ സാധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സിനിമയിലൊക്കെ വിജയുടെ സിനിമയൊക്കെ പോലെയാണ്. ഭയങ്കര ആദ്യമേ കാണണം എന്നാലേ ഇതിന്റെ ബുദ്ധി മനസ്സിലാവും. അങ്ങനെ ഈ ഭയങ്കര അതിബുദ്ധി ടീംസാണ് പ്രശ്നം. അങ്ങനെ റോബിൻ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരാളുള്ളത് നമ്മളുടെ വീണ നായർ, പിന്നെ അഞ്ജലി നായരുണ്ട്. അഞ്ജലി നായർ ഇടയ്ക്ക് വെച്ചൊരു സാധനം കണ്ടായിരുന്നു. അതായത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഗ്യാസിന്റെ ഇഷ്യൂ നമ്മള് പരിഹരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് ചക്കയുടെ കാര്യം ചോദിക്കും. BJP എന്ത് വരാത്ത ചക്കയില് ചക്ക പൊളിക്കുമ്പോ അതിന്റെ എതളുകൾ ഇത് താമരയല്ലേ? അഞ്ജലി നായർ പറയും അതേപോലെയല്ലേ ഇരിക്കുന്നത്. അല്ല അത് ലക്ഷ്മിപ്രിയ പറയും BJP എന്താ നിൽക്കാതെന്ന് ചോദിക്കുമ്പോൾ പറയും BJP എനിക്ക് കുറെ തവണ ഇൻവൈറ്റ് വന്നായിരുന്നു, പക്ഷെ അപ്പം കൊച്ചൊക്കെ ഉള്ളതുകൊണ്ടും കുഞ്ഞിന് കുറച്ച് പ്രായം കുറവായതുകൊണ്ട് എനിക്ക് പറ്റിയില്ല. ഇത്തവണ 2020 വിളിച്ചപ്പോൾ ഞാൻ അതിൽ വന്നു. ഒരു ഭയങ്കര സ്വീറ്റ് ആവും, ഭയങ്കര സ്വീറ്റ് ആവും. പക്ഷെ ഇത് എവരെന്ന് ഞാൻ പ്രതീക്ഷയില്ല കേട്ടാ. താമര അല്ല ഇവരങ്ങനെ ഞാൻ അങ്ങനെ പബ്ലിക് സ്പീക്കിംഗ് ആയിട്ടൊന്നും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല.
സ്പീക്കിംഗ് കണ്ടപ്പോ മനസ്സിലായി. നല്ലൊരു പക്ഷെ ഇപ്പം ഈ ഒരു സാധനം രാഷ്ട്രീയക്കാരും യൂസ് ചെയ്യാനുണ്ടല്ലേ, ഒരുപാട് സെലിബ്രിറ്റി ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അത് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. LDF-ലും മറ്റേവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. പണ്ട് എനിക്ക് തോന്നുന്നു വിജയ സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ, LDF-ന്റെ UDF, അതിലൊരു സെലിബ്രിറ്റിയൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നു ഇന്നസെന്റ് ഒക്കെ അങ്ങനെയാണ് നിന്ന് ഇരിഞ്ഞാലക്കൂടെ ആ ടൈമിൽ കൂടെ ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ആളല്ലേ? ആണോ? ജയിച്ചിട്ടുണ്ടല്ലോ. പുള്ളി ജയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് പുള്ളിക്ക് മറ്റേ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു. പുള്ളി വന്നപ്പോഴും പുള്ളി അവിടുത്തെ ഇതിൽ ഇരിഞ്ഞാലക്കുടയാണോ? പുള്ളി സ്വതന്ത്രനായിട്ടല്ലേ? ചാലക്കുടിയല്ലേ? ചാലക്കുടി സ്വതന്ത്രനായിട്ടില്ലേ? സ്വതന്ത്രൻ വിത്ത് പിന്തുണ. നമ്മളെ ഇവിടെയും നിപ്പുണ്ടല്ലോ, നമ്മുടെ കരമന, പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് മുമ്പ് നിന്നിട്ടുണ്ട്. നമ്മളുടെ ജഗദീഷ് നിന്നിട്ടുണ്ട്. ജഗദീഷ് ഭയങ്കര UDF കാരനാണ്. ശരിയാണ്, അങ്ങനെ നിന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിന്നിട്ടുണ്ടല്ലേ? മുകേഷ് നിന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ജഗദീഷ്, ഗണേഷ് കുമാർ പത്തനാപുരത്തായിരുന്നു. ഇത് ഭീമൻ രഘു ഒരു 3 പേര് സെലിബ്രിറ്റി ആയിരുന്നു. അതില് ഗണേഷ് കുമാറിന്റെ ഇതിന് മാത്രം മോഹൻലാല് വന്നത് പ്രശ്നമായി. ജഗദീഷ് കരഞ്ഞു, വിഷമായി പോയി. അത് മോശം. കാണിച്ചത് രണ്ടിടത്തും പോയിരുന്നു. ജഗദീഷ് നിങ്ങളുടെ പഴയ ടീമിലൊക്കെ ഉള്ളത് എത്ര പടങ്ങള്, പഴയ എത്ര പടങ്ങളിൽ ഒരുമിച്ച് ദർശൻ ടീമിലുള്ള ആളല്ലേ? എന്നിട്ട് നിങ്ങളത് കാണിച്ചത് ട്രിവാൻഡ്രം കാണിച്ചത് കുറച്ച് അല്ലേ? പുള്ളിക്കാരന് വിഷമായി. അന്ന് ന്യൂസിലൊക്കെ കരഞ്ഞ് വികാരത്തിനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ചേട്ടന്റെ കൂടെ പഠിച്ച ആളാണ്. വന്നില്ലല്ലോ എന്ന് പറഞ്ഞ്, അവരെ മാത്രം വന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞു. പിന്നെ അത് ആ ഒരു സംഭവത്തിൽ സലീം കുമാർ രാജിവെച്ച് അമ്മയെന്ന് സലീംകുമാറും കോൺഗ്രസ്. അപ്പൊ ഇത്തവണ വേറെ ആരൊക്കെ നിൽക്കുന്നുണ്ട്? വേറെ സുധീർ കരമനയുണ്ട്. സുധീർ കരമന, ഭീമൻ രഘു ഇല്ലാന്ന് തോന്നുന്നു. ഭീമൻ രഘുവിന് ഇപ്പൊ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പുള്ളി പോയി നിന്ന് ഇതിന് വന്നത് കമ്മ്യൂണിസ്റ്റിലോട്ട്. AK സെന്ററിലൊക്കെ പോയി ഭയങ്കര അറ്റൻഷൻ അടിച്ചത് മറ്റേ ഇതിനിടയ്ക്ക് മുഖ്യമന്ത്രിയെ കണ്ടപ്പോ എനിക്ക് വന്നത്. സുധീർ കരമനയുണ്ട്, രമേശ് വിശാരയുടെ ഉണ്ട്, പിന്നെ ഇവര് ഈ 2020 ടീംസ് ഉണ്ട്. പിന്നെ മുകേഷ് നിൽക്കുന്നില്ലേ? മുകേഷ് ഇല്ല. പിന്നെ വേറെ സെലിബ്രിറ്റി ആയിട്ട് ആരുണ്ട്? പിന്നെ മറ്റേ ചെകുത്താനുണ്ട്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട്. എടുത്ത് പറയേണ്ട ഒരാളാണല്ലോ. ചെകുത്താൻ ചിലപ്പോ ഒരു ഇതായിട്ട് നിന്നതായിരിക്കും തോന്നുന്നു, ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പോലെ നിന്നതായിരിക്കും. ഇവരെല്ലാരും നിക്കണമെങ്കിൽ എനിക്ക് എന്ത് നിൽക്കാൻ പാടില്ല, അങ്ങനെ ആയിരിക്കും പുള്ളി നിന്നത്. ചിലപ്പോ അടുത്ത വർഷം ആരെങ്കിലും ടിക്കറ്റ് വരുമായിരിക്കും, യൂട്യൂബേഴ്സിന് വരുമായിരിക്കും അടുത്ത വർഷം. അടുത്തൊരു 5 വർഷം അതാ ഞാൻ ചോദിക്കുന്നത്. 5 വർഷം കഴിയുമ്പോ 2031 ഇലക്ഷനിൽ നമുക്ക് മത്സരിച്ചൂടെ? ടിക്കറ്റ് കിട്ടോ? ടിക്കറ്റ് 2020 സാധാരണ എല്ലാരും അവഗണനയാണ്, വേറെ തരാൻ സാധ്യതയില്ല. 2020 സാധ്യത. യൂട്യൂബിലെ അവഗണന, യൂട്യൂബ് ടീമിലെ അവഗണന. അപ്പം രാഷ്ട്രീയക്കാർ തരുമെന്ന് തോന്നുന്നുണ്ടോ? പറയാൻ എനിക്ക് തോന്നുന്നു 2020 തരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അപ്പോഴേ അത്രത്തോളം ഇതാവണം, വളരണം. പക്ഷെ ഇവര് ഫീൽഡ് ഔട്ട് ആയവരെയാണ് എടുക്കണത്. അങ്ങനെ അതാണ് അല്ല ഞാൻ ചോദിക്കണത്. ഓരോരോ വീടുകൾ വരുമ്പോഴും നമുക്ക് വ്യൂസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഫീൽഡ് ഔട്ട് അല്ല ഇവരിപ്പം മത്സരിക്കുമ്പോഴത്തേക്കും വിജയ സാധ്യത കുറവാണ്, അവർക്കും അറിയാമായിരിക്കും മിക്കവർക്കും. അപ്പൊ എന്തായിരിക്കും അവർക്ക് കിട്ടുന്ന ഗെയിം? ലൈം ലൈറ്റിലോട്ട് വീണ്ടും വരുന്ന സാധനം, ലൈം ലൈറ്റിലോട്ട് വരുന്ന സാധനമാണ്. പിന്നെ അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കണില്ലേ, അവരെ കുറിച്ച് ഒരു ഓർക്കാത്ത ആൾക്കാരാണ് എല്ലാരും. അവര് നമ്മൾ സംസാരിക്കുകയാണ്. ലക്ഷ്മിപ്രിയയെ പറ്റി ഇപ്പോഴും സംസാരിക്കണം. അന്ന് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസാരിച്ചില്ല, ഇപ്പോഴാണ് സംസാരിക്കണം. പിന്നെ ബാക്കി എല്ലാവരും അങ്ങനെ തന്നെ. അല്ല സംസാരിക്കുക, നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട. അഖിൽമാരാറ് ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വരും, എന്തെങ്കിലും സംസാരിക്കും, കണ്ണന്തിരി എന്തെങ്കിലും പറയുമായിരുന്നു. പക്ഷേ റോബിനും അങ്ങനെ, റോബിൻ ഇപ്പൊ കുറച്ചാളായിട്ട് അങ്ങനെ ഒന്നും ഇല്ല, കുറവാണ്. അങ്ങനെ ഒരുപാട് നാളായി ലൈം ലൈറ്റിൽ ഇല്ല. പക്ഷേ ഇതൊരു ലൈം ലൈറ്റും കൂടെ അല്ലേ. പിന്നെ ചുമ്മാ അല്ലല്ലോ, BJP-യുടെ NDA സ്ഥാനാർത്ഥികൾ. റോബിന്റെ BJP സ്ഥാനാർത്ഥിയും കൂടെ. BJP ആണ്. എനിക്ക് തോന്നുന്നത് അത് പുള്ളി ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ
ഫ്യൂച്ചറിൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഇവർക്ക് പിന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ കാണുമല്ലോ, മറ്റേ എന്തെങ്കിലും പോസ്റ്റ് ഒക്കെ കാണുമല്ലോ, അതിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ അങ്ങനെയൊക്കെ കിട്ടും. പക്ഷെ എന്തായാലും സാധ്യത ഉള്ളതാണ്. കാര്യം അതൊരു മറ്റേ കാശില്ലാത്ത പാർട്ടിയൊന്നും അല്ല. അല്ലല്ല, ഇഷ്ടംപോലെ കാശുണ്ട്. പക്ഷെ കാശ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഈ ഇടയ്ക്ക് രാജീവ് ചന്ദ്രശേഖരനെ കാണാൻ UP-ന്ന് വണ്ടി വിളിച്ചൊരു ടീം വന്നായിരുന്നു. അപ്പോഴത്തേക്കും അപ്പൊ അതില് ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കാറിലിരിക്കുകയാണ്, ഫ്രണ്ടിലിരിക്കുകയാണ്. അപ്പം പുള്ളി മറ്റേ ഡ്രസ്സൊന്നും ഇടാത്ത മറ്റേ നാഗസേന അഗോരിതാണ്. അപ്പോഴത്തേക്കും ഇന്റർവ്യൂ ആണ്. അങ്ങേർക്കും ഹിന്ദി വലിയ വശമില്ല, എങ്കിലും ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ചെയ്യും ഇന്റർവ്യൂ. അപ്പൊ പറയും UP-ന്ന് യോഗി വിട്ടതാണ്, കാണാൻ വന്നതാണെന്ന് പറയും. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ കൂടെ പോകും. ഞാൻ തന്നെ ആലോചിക്കും, ചിരിവരോട് അത് കാണുമ്പം ഇങ്ങനെ കൂടെ പോകും. എന്നിട്ട് സ്റ്റേജിലൊക്കെ പോയിരുന്ന് ജയ് ജയ് BJP എന്നൊക്കെ വിളിക്കും, അനുഗ്രഹിക്കാൻ വന്നതാണ്. പക്ഷെ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിക്കുമ്പോൾ അങ്ങേര് പറയും അത് ഈ കന്യാകുമാരിയിലോട്ട് പോകുന്ന അതല്ലടാ, ഇവര് ഈ ടിവിയില് ഇവര് ഇരിക്കണ ഒരു ഇതുണ്ടല്ലോ, അത് കറക്റ്റ് പുള്ളി ഇരിക്കുന്ന അടുത്ത് നടുക്കൊരു ഫ്ലവർ വേസ്, അതാ എങ്ങനെ ആംഗിൾ പിടിച്ചെടുത്ത് അത് അങ്ങനെയൊക്കെ എടുത്തിട്ട് എന്നിട്ട് പുള്ളി അനുഗ്രഹിച്ചിട്ട് പോകും കേട്ടോ. വല്ലാത്ത സംഭവം തന്നെ, കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും. എന്നിട്ട് പിന്നെ പുള്ളി അനുഗ്രഹിച്ചിട്ട് പോയി. എന്നിട്ട് ഈ രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും പുള്ളി പറയും, ഇത് ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, കന്യാകുമാരിയിലോട്ട് പോകുന്ന വഴി കയറിയതാണ്. അപ്പൊ ഡീസൽ അടിക്കാൻ പൈസ ചോദിച്ചു, അതിന് 500 രൂപ കൊടുത്തു. ഈ കന്യാകുമാരിയിൽ പോണം, അവിടുന്ന് വണ്ടി വിളിച്ച് കന്യാകുമാരിയിൽ പോകുന്ന, അല്ല കന്യാകുമാരി പോകും 500 രൂപയ്ക്ക് ഡീസൽ മതിയാ? 500 രൂപയുടെ ഡീസൽ പോണത് ചിലപ്പോ ഓരോ സ്ഥാനാർത്ഥി. പക്ഷെ എന്നാലും 500 രൂപയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഡീസൽ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ഥാനാർത്ഥിയുടെ അടുത്ത ഡിസ്ട്രിക്റ്റിൽ എത്തൂല. അതുപോലെ UP-ന്ന് 500 രൂപയ്ക്ക് വേണ്ടി ഇങ്ങനെ വരുമോ? എനിക്ക് തോന്നുന്നു ഇത് അങ്ങേര് വരുത്തി ആയിരിക്കൂലടാ, ഇത് വേറെ ആരോ ഇങ്ങനെ പണി കൊടുക്കാൻ വേണ്ടി ചെയ്തോ ഇല്ലേ? ശിവൻകുട്ടി തന്നെ പറയും, ഇതിനെതിരെ പറയും, നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതുപോലത്തെ കുറച്ച് സന്യാസിമാര് വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയത്ത് ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ പിള്ളേരെ പഠിച്ചു പോകില്ലേ? അങ്ങനെ സാധനം പറയും, ശിവൻകുട്ടി അടിച്ചിടും. പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ തന്നെ വേറൊരു പുള്ളി പെൻസിൽ എപ്പോഴും ആരെ പറഞ്ഞു ചോദിപ്പിച്ചാണെന്ന് തോന്നുന്നു, ഇങ്ങനെ പെൻസിൽ എന്തിനാ എപ്പോഴും പോക്കറ്റ് ചെയ്യണേ, ബാക്കി എല്ലാവരും പേനയാണല്ലോ ഉപയോഗിക്കുന്നത്. പുള്ളി പറയും മറ്റേ പേനയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് കളഞ്ഞു പോകുന്ന ഒരു വ്യക്തിയാണ്, അപ്പൊ പേനയാണെങ്കിൽ അല്ല പെൻസിലാണെങ്കിൽ പൈസ കുറവല്ലേ, മറ്റേത് എക്സ്പെൻസീവ് ആണല്ലോ, മറന്നു പോകും. എനിക്ക് കറക്റ്റ് ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇന്ത്യൻ പ്രണയകഥയിലെ സാധനം ഇല്ലേ, കാല് മാറണം, ഇത് ആ ഒരു സാധനം അഭിനയിക്കുമല്ലോ ഓരോ സാധനങ്ങള്, അത് കറക്റ്റ് ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഈ കാര്യം പറയും, പുള്ളി അത് ചോദിപ്പിച്ചതുപോലെ. അതുപോലെ തന്നെ നമ്മളുടെ ശ്രീലേഖ വട്ടിയൂർക്കാവല്ലേ, ശ്രീലേഖ ഒരു ഇതുണ്ട്, ഒരു റീലുണ്ട് കരിക്കിന്റെ, അത് ഇത് ചോദിക്കും, നമുക്ക് അവിടെ നിന്ന് വെള്ളം കുടിച്ചാൽ പോരെ. ശ്രീലേഖ ഇങ്ങനെ വരും, ഇത് കരിക്ക് സ്റ്റോളാണെന്ന് വെച്ചോ, നീയാണ് ശ്രീലേഖ, നീ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഇപ്പുറത്ത് ഞാനാണ് ഈ ചോദിക്കുന്നത്, നമുക്ക് അപ്പുറത്തുനിന്ന് കുപ്പി വെള്ളം വാങ്ങിയാ പോരെ. അപ്പോഴ് ഇത് നമ്മുടെ നാടിന്റെ നാച്ചുറൽ ആയിട്ടുള്ള നാളികേരം, ക്യാമറ ആംഗിൾ ഇവിടെ ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള നാളികേരം. എന്നിട്ട് പറയും അതാകുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രീറ്റ് വെൻഡേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നു, എത്ര നാച്ചുറൽ ആണ്, ഇതല്ലേ ഇതിനെക്കാളും ബെറ്റർ. എന്നിട്ട് കുടിക്കൂ എല്ലാരും കണ്ടു പോകണേ, ശ്രീലേഖ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും, കുടിക്കൂ എല്ലാരും ഓരോന്ന് വാങ്ങിച്ച് കുടിക്കൂ, എല്ലാരും കുടിക്കും. അപ്പൊ അളിയാണ്ടൊക്കെ പറയും, അത് നമ്മളിരുന്ന് എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നന്നായിട്ട് പ്രൊമോഷൻ എടുക്കും. അല്ല പക്ഷെ ഇതൊക്കെ ഒരു ഇലക്ഷന്റെ സമയത്തുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റൂടാ, നിങ്ങൾക്ക് ഇത്രയും പൈസ ഉണ്ട്, BJPക്ക് നല്ല കാശുണ്ട് എന്തായാലും, എന്നിട്ടും ഈ എഡിറ്റിങ്ങിലും ഇതിലൊക്കെ കുറച്ചും കൂടിയൊക്കെ ചെയ്യാം, സെറ്റപ്പ് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇത്തവണത്തെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്, മറ്റേ രണ്ടുപേരുടെ മാത്രം മത്സരമൊന്നുമല്ല. ഇപ്പം നമ്മുടെ നേമത്ത് പിന്നെ കഴക്കൂട്ടത്തൊക്കെ ആണെങ്കിലും പാലക്കാട് അതെ. അല്ല തിരുവനന്തപുരം കൊട്ട ടൈറ്റ് ആണോ? തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ ഇപ്പം കഴക്കൂട്ടം, നമുക്ക് കഴക്കൂട്ടത്താണെങ്കിൽ കടകംപള്ളി
പിന്നെ വി മുരളീധരൻ, പിന്നെ ശരത്ചന്ദ്രൻ, ശരത്ചന്ദ്രൻ, ഇവർ 3 പേരുണ്ട്. പിന്നെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നേമത്ത് പോവുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ, ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ, പിന്നെ അയ്യോ കോൺഗ്രസിന്റെ മറ്റേ പുള്ളി ശബരിനാഥ്. ശരി, ശബരിനാഥ്. പക്ഷെ അതിലെനിക്ക് തോന്നുന്നു കുറച്ചും കൂടി മത്സരം ഇവര് തമ്മിലാണെന്നാണ് ഇവർ രണ്ടുപേരും തമ്മിലായിരിക്കും തോന്നുന്നത്. ശബരിനാഥ് ജയിക്കും. ക്ലിപ്പ് ഇട്ടിട്ട് നിങ്ങൾ ഇടുക, മറ്റേ എല്ലാരും താഴ്ത്തി പറയും, അപ്പം ജയിക്കും എന്നുള്ള സാധനം ഇട്ട് ഇടുക. പക്ഷെ ഇവർ രണ്ടുമാണ് ടൈറ്റ് മത്സരം. എല്ലാരും പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ശിവൻകുട്ടിക്കും ഉണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. അത് സപ്പോർട്ട് ഉണ്ടെങ്കിലും കൂടുതൽ പേര് പറയുന്നത് ഇവിടെ എലക്ഷൻ മറ്റേ ഇത് കോർപ്പറേഷൻ ഇലക്ഷൻ ഒക്കെ പിടിച്ചുകൊണ്ട് ചാൻസസ് ആർ ദേർ. ഞാൻ അത് കണ്ടത് ഒരു മറ്റേ ഈ മാധ്യമപ്രവർത്തകർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമല്ലോ ആരായിരിക്കും ജയിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഒരാൾ പറയും പ്രചരണം വെച്ച് നോക്കുകയാണെങ്കിൽ, പരസ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം ചന്ദ്രശേഖരാണ് മുന്നിൽ, ഒരു ശിവൻകുട്ടിക്കാണ് അല്ലാതെ ഉള്ളത് എന്ന് ചോദിക്കും. പക്ഷെ അവിടെ അത്ര ഇല്ല എങ്കിലും കയറി വരും. അല്ലാതെ നമ്മൾ ഈ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേ എനിക്കും തോന്നിയിട്ടുണ്ട് പോസ്റ്ററൊക്കെ കാണുമ്പോൾ BJPയും LDFും തന്നെയാണ് കുറച്ച് കൂടുതൽ. മറ്റവർക്ക് അങ്ങനെ 10 വർഷമൊക്കെ അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു ഇതായിപ്പോയി, ടൈറ്റ് ആണെന്ന് തോന്നുന്നു. പക്ഷെ ഇത്തവണ മൊത്തത്തിൽ പറയുന്നത് ചിലപ്പം UDF തിരിച്ചു വരും ബാക്കിയുള്ളിടത്തെന്നാണ്. ഒരു തവണയും കൂടെ കിട്ടിയില്ലെങ്കിൽ പക്ഷെ കൂടെ നിൽക്കുന്നവരൊക്കെ മുന്നണിയൊക്കെ ഇതാവും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനൊന്നും ഇത്രയും നാള് ഭരണം ഇല്ലാതെ അവര് നിന്നിട്ടില്ല. പാടാണ്. പക്ഷേ LDFനും ചാൻസ് ഉണ്ടെന്ന് ഒരു ടൈറ്റ് ആണ്. LDF UDF ടൈറ്റ് ആണ്. BS അച്യുതാനന്ദന്റെ ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ, അതേപോലെ ആയിരിക്കും മിക്കവാറും. കുറച്ച് ടൈറ്റ് ആയിരുന്ന സാധനം അതേപോലത്തെ മറ്റേ ഉമ്മൻചാണ്ടിയുടെ സമയത്ത് അത് ഭയങ്കര സർക്കസ്. നല്ല അത് ഇത് കാണാനും നല്ല റിസൾട്ട് കാണാനും നല്ല രസമായിരുന്നു. നമുക്ക് വാശലം പോണോ വാശലവിനെ പറ്റിയ സാധനമാണ്. നമ്മളത് ചെയ്യാം. അടുത്തൊരു പക്ഷേ അല്ല നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇപ്പൊ മിക്കവരും സംസാരിക്കുമല്ലോ, ആൾക്കാർ സംസാരിക്കുമ്പോഴത്തേക്കും UDFും LDFും ഇത്തവണ കട്ടയാണ്. കഴിഞ്ഞ വർഷം കുറച്ചും കൂടി LDFന് ഒരു അല്ലല്ല ഇലക്ഷന് മുന്നേ തന്നെ ഒരു സംസാരം വരുമ്പോ നമുക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ LDF ആയിരിക്കും ഇലക്ഷൻ നിക്കണെന്ന്. പക്ഷെ ഈ ഇലക്ഷനിൽ ടൈറ്റ് ആണെന്നേ പറയണുള്ളൂ. ആര് ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ ഒരു അല്ല കൈനേനാണ് അവർക്ക് 99 സീറ്റ്. ആ ഒരു 140 സീറ്റുകളിൽ 99 കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ലല്ലോ, ഭയങ്കര കാര്യമാണ്. ഇത്തവണ അതൊരു ഇപ്പം എങ്ങനെയാണെന്നുള്ള നോക്കാം. UDFന് പ്രോപ്പറായിട്ട് ഭരിക്കാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷെ UDFന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇലക്ഷൻ സമയത്തെങ്കിലും കുറച്ച് അച്ചടക്കം. അല്ല അവരുടെ ഈ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആൾക്കാർക്ക് വോട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ഇവരുടെ ഈ ഒരു അത് കാണുമ്പം ചെയ്യാൻ തോന്നൂല. മറ്റേതാണ് ഭേദം തോന്നുന്നു. അവര് ഇങ്ങനെ നമ്മള് നോക്കുമ്പോ തന്നെ കാണുമ്പം ഒത്തൊരുമയില്ല. സ്റ്റേജിൽ തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് ഷാഫി പറമ്പിലൊക്കെ യങ്ങായിട്ടുള്ള എന്തായാലും യൂത്ത് അല്ലേ ഇതില് രാഷ്ട്രീയത്തിൽ വെച്ച് നോക്കണേ, അവര് തന്നെ ആ ക്യാമറ ഇത് അങ്ങോട്ട് ഇത് കോൺഗ്രസിന്റെ ഇത് ശരിയാവൂലെന്നൊക്കെ അവർക്ക് തോന്നൂലേ സോഷ്യൽ മീഡിയ ഇത്രയും ഇതായിട്ട് ഇരിക്കുന്ന ടൈമിൽ. പക്ഷെ അതൊന്നും ഒരു ഇതുമില്ല. കഴുത്തി പിടിക്കുക, അയ്യോ അങ്ങനെയല്ല, എന്തിനാ പറഞ്ഞ അങ്ങനെയാ ചോദിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ മാറ്റി പറയും. അതൊരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ്. പിന്നെ മറ്റേ സുധാകരനെ കണ്ട് മറ്റേ പുള്ളിക്ക് സീറ്റ് വേണം എന്നും പറഞ്ഞിട്ട് ഒരു അടിയായി. അങ്ങനെ കുറെ രണ്ട് സുധാകരന്മാരും ഇത്തവണ മറ്റേ ഇറങ്ങിപ്പോയി. സുധാകരന് സീറ്റ് വേണമെന്ന് പറഞ്ഞ് അപ്പോഴത്തേക്കും പുള്ളി നമ്മളുടെ സതീശൻ പറയും എനിക്ക് അറിഞ്ഞില്ല, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും. പിന്നെ ഒതുക്കും, പാർട്ടിക്ക് വിധേയനാവും. 2 ദിവസം കൊണ്ട് വിധേയനാക്കും. ഇന്നലെ എന്തോ പോയി രാഹുൽ ഗാന്ധിയെ കണ്ട്, ഫാമിലി ആയിട്ട് പോയി. കണ്ടില്ലേ? അങ്ങനെ പോയി കണ്ട്, രാഹുൽ ഗാന്ധിയൊക്കെ പോയി കണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് സെറ്റായി ഒരു പ്ലാനിന് വേണ്ടിയിട്ടായിരിക്കും പോയത്. പിന്നെ ഇപ്പം നമ്മുടെ CM പിണറായി വിജയൻ പൂക്കി എല്ലാവർക്കും ഇന്റർവ്യൂ കൊടുക്കുന്നു, എല്ലാവർക്കും ഇന്റർവ്യൂ, പോഡ്കാസ്റ്റ് കൊടുക്കുന്നു.
വേറൊരു മുഖം. അത് ഇരുത്തി അവര് ചോദിക്കൂടാ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വിഷമമുണ്ടോ? ഞാനത് എൻജോയ് ചെയ്യാറുണ്ട്. പക്ഷെ എന്നിട്ട് പിന്നെ 2-3 ദിവസം കഴിഞ്ഞപ്പോ തനിക്കണം തിരിച്ചു അതെന്തോ ഞാൻ എന്തോ ചീത്ത വിളിക്കും. മിണ്ടായി എന്തോന്നാ വീട്ടിൽ പോയി ചോദിക്കാം. പ്രസംഗത്തിന്റെ ഇടയിൽ പറയുമ്പോ അത് വീട്ടിൽ പോയി ചോദിക്കും. അത് അവരുടെ പാർട്ടിക്കാരൻ തന്നെയാണ്. പുള്ളി പറയും അത് തെറ്റായി പോയി, അപ്പൊ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ള രീതി പറയും. അങ്ങനെ കുറെ സാധനങ്ങൾ. പിന്നെ ജി സുധാകരൻ മത്സരിക്കുന്നുണ്ട്, സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട് വിത്ത് കോൺഗ്രസ് പിന്തുണ. ജി സുധാകരനെ ചീത്ത വിളിക്കുന്നതല്ല, ഒരു പരാമർശം ചെറ്റത്തരമല്ലേ കാണിച്ചത് എന്ന് പറയും. അപ്പൊ അതിനെതിരെ അവര് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുമ്പോഴത്തേക്കും ബാലൻ വന്നിട്ട് പറയും അങ്ങനെയല്ല, ചെറ്റത്തരം എന്നാണ് പറഞ്ഞത്, ചെറ്റയെന്ന് വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിനൊന്ന് നോർമലൈസ് ബാലൻസ് ചെയ്യാൻ നോക്കും. അങ്ങനെ കുറെ സംഭവങ്ങൾ ഈ മാർച്ച് മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസുകാരന്മാർക്ക് അതൊരു ഭയങ്കര വൻ സാധനം. ഒരു സ്ഥലത്ത് യുദ്ധമൊക്കെ ന്യൂസ് കവറേജ് കുറഞ്ഞു. ന്യൂസ് കവറേജ് മറ്റേ അധികം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അങ്ങനെ എന്തോ ഒരു സംഭവം വന്നു. മറ്റേ എന്തോ പാനിക് ഒഴിവാക്കുന്ന എന്തോ ആ സംഭവമൊക്കെ വന്നതിന് ശേഷമാണ് അതൊന്ന് കുറച്ച് പറഞ്ഞത്. പിന്നീട് അവർക്ക് എന്തായാലും ഇതുണ്ടല്ലോ, സാധനമുണ്ട്, അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിലേക്ക് പിടിച്ച് കയറുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ കുറച്ച് പേര് ഈ UAE അവിടെയൊക്കെ താമസിക്കുന്ന കുറെ ആൾക്കാർ ഈ ഇലക്ഷൻ സമയത്ത് മാത്രമായിട്ട് വന്ന് വോട്ടിട്ടിട്ട് പോണ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചിലപ്പോൾ ഇത്തവണ ഇത്തിരി ബുദ്ധിമുട്ടാവാൻ സാധ്യത. വരാൻ പറ്റുന്നില്ല, ഭയങ്കര കാശ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഈ ഇലക്ഷന് വേണ്ടി മാത്രം വന്ന് വോട്ടിട്ടിട്ട് പോകും. ഹാർഡ് കോർ പൊളിറ്റിക്സിലുള്ള കുറെ പേര് ഇങ്ങനെ പുറത്തോട്ട് പോയവരൊക്കെ ഉണ്ട്. അപ്പൊ അവരങ്ങനെ വരും. പക്ഷെ ഇത്തവണ അത് ഇത്തിരി ടൈറ്റ് ആവാൻ തോന്നും. ഇത്തവണ പ്രചരണം ഇത്തിരി പാടി തന്നെ കേട്ടോ. കാര്യം പുറത്തുനിന്ന് മുടിയോട്ട് ഇറങ്ങിയപ്പോ തന്നെ വെയിൽ കാരണം നിൽക്കാൻ പറ്റുന്നില്ല. അതിനിടയ്ക്ക് അവർ എങ്ങനെയാണ് ഈ നടന്നൊക്കെ വീടുകൾ കയറണേന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഈ നട്ടുച്ചക്കൊക്കെ ഇറങ്ങി നടക്കുന്നുണ്ട്. അത് വെയില് ഭയങ്കര, ആ വെയിലിന് നല്ല ചൂടും കുറെ നേരം നിന്ന് കൊള്ളണമെങ്കിൽ ബോധം കെട്ട് വീഴും. കറച്ച് വെള്ളം എനിക്ക് അത് ഇവര് എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷന് മുന്നേ 2-3 തവണയൊക്കെ ഒരു വീട്ടിൽ കയറും ഒരു പാർട്ടിക്കാരും. അപ്പം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഫെയർ ആണ്. ഈ സ്വാധീനിക്കാനൊന്നും അങ്ങനെ പറ്റുന്ന കുറവാണ്. പക്ഷെ തമിഴ്നാട്ടിലെ ഞാൻ ഒരു സാധനം കണ്ടതിൽ നമ്മളുടെ നേതാവ് നമുക്ക് ബിരിയാണി തന്നു, പിന്നെ ടിന്ന് ഡബ്ബ, പണ്ടേ അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് ആയിരുന്നു. അല്ലേ പണ്ടേ അവർക്ക് അങ്ങനെ ഒരു പൊളിറ്റിക്സ്. TV കിട്ടിയതിന് പണ്ട് ജയലളിത ജയിച്ചിട്ടൊക്കെ ഉണ്ട്. TV കൊടുത്ത് ജയിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ മോശം. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഫാർ ബെറ്റർ ആണ്. കേരളത്തിലെ ആൾക്കാരുടെയും കൂടി ഒരു ക്വാളിറ്റി. പിന്നെ ഇത് സെലിബ്രിറ്റി വെച്ചെന്നും പറഞ്ഞ് ഇവിടെ ജയിക്കാനും പോകുന്നില്ല. ഏത് സൂപ്പർ സ്റ്റാറിനെ വെച്ചാലും പാടാ. മോഹൻലാലും മമ്മൂട്ടി നിന്നാലും പാടാ. ജയിക്കാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നില്ല ജയിക്കോ. അല്ല ഇപ്പൊ കറക്റ്റ് മണ്ഡലമാണെന്ന് വെച്ചോ. ഇപ്പൊ ഇവിടെ ഒരു മണ്ഡലമുണ്ട്, മമ്മൂട്ടിയൊക്കെ ഇങ്ങോട്ട് മാറിയിരിക്കും. എല്ലായിടത്തും കയറി ഇറങ്ങുമ്പോൾ എപ്പോഴെങ്കിലും തനിക്കോണം വരും. പിന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് തോന്നില്ല ഇങ്ങനെ ഇലക്ഷൻ അവര് നിൽക്കൂല. ഇവര് രണ്ടുപേരും നിൽക്കൂല, അത് ഉറപ്പല്ലേ. ഇവർ രണ്ടുപേരും എന്തായാലും നിൽക്കും. അവർക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് അതിനുള്ള ഒരു ഇതില്ല. ആ ഒരു നേതൃപാഠമല്ല, ആ മൈൻഡിനൊരു കട്ടിയില്ല. അത് ശരിയാ, അത്രക്കില്ല. ഇലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു ഇമേജിനും കുറെ സാധനങ്ങളൊക്കെ അവർക്ക്. സുരേഷ് ഗോപിനെ എന്തുമാത്രം കഷ്ടപ്പെടുന്നു. സത്യം പുള്ളി ആ ഒരു ഇലക്ഷൻ ജയിച്ചതിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. എന്ത് പറഞ്ഞാലും ഒരു ടോളറൻസ് വേണ്ടേ, ഉള്ള സാധനമല്ലേ. എന്തായാലും ചീത്ത വിളി കിട്ടും. എന്ത് പറഞ്ഞാലും എന്ത് വേണോ പറയാം ആൾക്കാർക്ക്. ഇപ്പം തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയോണ്ടല്ലേ തമ്മിൽ പറയണം. പിഷാരടിയെ ഇങ്ങനെ പറഞ്ഞ് ഇരുത്തിയത് അതുകൊണ്ടല്ലേ. അതുകൊണ്ട് വാക്കിലാണ് ഇരിക്കണം. ഇവർക്കൊന്നും അങ്ങനെ 1-to-1 കോൺവെർസേഷനിൽ ഇങ്ങനെ പറഞ്ഞിരുത്താനുള്ള ഒരു പ്രസന്റേഷൻ സ്കില്ലൊക്കെ ഉണ്ടാകുന്ന അറിഞ്ഞൂടാ. ചിലപ്പോൾ ഇറങ്ങി പോകാനുള്ള ടീംസാണ് അവര്. മിതഭാഷയാണ്, കുറച്ച് സംസാരിച്ച് കൂടുതൽ ഇമ്പാക്ട്. എനിക്ക് തോന്നുന്നു ഇത്തിരിയെങ്കിലും ഒരു ഇതുള്ളത് മോഹൻലാലിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെ കുറച്ച് ഡിപ്ലോമസി കാര്യങ്ങളൊക്കെ ഇത്തിരിയെങ്കിലും ഉള്ളത്. കൊണ്ടൊന്നും പറ്റില്ല. കൈ റെസ്പോൺസിബിലിറ്റി അങ്ങനെ പിടിച്ചെടുക്കണം തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ ആ ടെമ്പർ പറ്റൂല മമ്മൂട്ടിക്ക്. ടെമ്പർമെന്റ് ദേഷ്യം വരുന്ന ആളല്ലേ. അതൊക്കെ നോക്കി നോക്കുമ്പോ ഈ രമേശ് പിഷാരടി
ഭയങ്കര പിഷാരടിക്ക് പുള്ളിക്ക് നല്ല ഭയങ്കര സംസാരിക്കാൻ അറിയാം. പിന്നെ കാമാണ്. പിഷാരടി പണ്ട് തൊട്ടേ പിഷാരടി പണ്ട് തൊട്ടേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുള്ളത് കോൺഗ്രസിലാണ്. പിന്നെ കുറച്ച് പ്രസംഗത്തിലൊക്കെ പോയിട്ടുണ്ട്, പ്രചാരണത്തിലൊക്കെ പോയിട്ടുണ്ട്. നയം വ്യക്തമാണ് പുള്ളി പണ്ട് തൊട്ടേ. അത് പുള്ളിയും മറ്റേ ധർമ്മജനൊക്കെ പണ്ട് കോൺഗ്രസ് ധർമ്മജൻ പണ്ട് നിന്നിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. അവര് ആ ഒരു നയം പണ്ട് തൊട്ടേ വ്യക്തമാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ സലീംകുമാറും പോയിട്ടുണ്ടല്ലോ കോൺഗ്രസ് കേസ് തന്നെയായിരുന്നു. ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ 2031 ഇലക്ഷന്റെ കാര്യം കൂടെ പറഞ്ഞില്ലായിരുന്നു. അപ്പോഴെങ്ങാനും നമുക്ക് ചാൻസ് കിട്ടുകയാണ് 2020ക്ക് വേണ്ടിയിട്ടോ ആർക്കെങ്കിലും വേണ്ടിയിട്ടോ ഒരു ചാൻസ് കിട്ടുകയാണ്. മത്സരിക്കോ? ദാസ മത്സരിക്കും, ഞാനും മത്സരിക്കും. പക്ഷെ ഒരുമിച്ച് തമ്മിലായിരിക്കും മത്സരിക്കുന്നത്. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ ഞാനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൂന്നായിട്ട് നിന്നാ പോരെ. അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. ഒരു മണ്ഡലം അല്ലല്ല, ഓരോ മണ്ഡലത്തിലാണ് ഓരോ മണ്ഡലത്തിലെ 3 മണ്ഡലന്മാർ ഒരു മണ്ഡലത്തിൽ വേണ്ട എന്ന് അവർ തീരുമാനം എടുത്താൽ നമ്മൾ പൂജ്യം. അതെ, അതായിരിക്കും സാധ്യത. ഇവർക്കൊക്കെ നിൽക്കാമെങ്കിൽ നമുക്കൊക്കെ നിൽക്കാം. ആർക്കൊക്കെ പേരെടുത്ത് 2020 അപ്പം ലക്ഷ്മി പ്രിയ അങ്ങനത്തെ അവർക്ക് വോട്ട് പോലും ഇല്ല. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരെ നിർത്താമെങ്കിൽ നമ്മളെ നിർത്താം. അവര് പറഞ്ഞല്ലോ കഴിഞ്ഞ വോട്ട് ചെയ്ത്. അപ്പൊ പിന്നെ വോട്ട് അവിടെ പോയി. എന്റെ ഒരു വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടതിന്റെ ഒരു ചെറിയൊരു പൊട്ടിപ്പോഴും ഉണ്ട്. വല്ലപ്പോഴും കുളിക്കണം. നഖത്തിനും വളർച്ചയില്ലടാ, നഖത്തിന് ഒട്ടും വളർച്ചയില്ല. ഉള്ള വളർച്ച മതി. അപ്പൊ അല്ല, നമ്മളിപ്പോ ജയിക്കുവാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരു മണ്ഡലത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും ജയിക്കാനുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യും. എന്ത് പ്രവർത്തനമായിരിക്കും നീ ആദ്യം ചെയ്യണത്? സോഷ്യൽ മീഡിയ വഴി ഉള്ള പ്രവർത്തനങ്ങൾ. സോഷ്യൽ മീഡിയ മാത്രമേ ഉള്ളൂ, വീടൊന്നും കയറൂല വെയിലത്ത്. അപ്പൊ നീ ജയിക്കും. അപ്പൊ നീ എന്തായാലും ജയിക്കും. സോഷ്യൽ മീഡിയ ഞാൻ എന്തായാലും വീട്ടിൽ കയറും. ഇപ്പൊ ആ മണ്ഡലത്തിലുള്ള എല്ലാവരുടെയും പേര് പഠിച്ചു വെക്കുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാലും ഓരോ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പേരെങ്കിലും നേരത്തെ ഞാൻ ഓർത്ത് വെച്ചേക്കും. ഞാനും ഗേറ്റിൽ എത്തുന്നതിന് മുന്നേ ചോദിക്കും, ഇവിടെ പേരെന്താ? ഓ ചേട്ടാ, തക്കൻ ചേട്ടൻ. അറിയോടാ നീ. നിനക്ക് ഇടുക്കി മണ്ഡലം. അപ്പൊ അങ്ങനെ എന്തായാലും പേരൊക്കെ പഠിച്ചു വെച്ചിട്ട് പോയി സംസാരിക്കും. അങ്ങനെ കാര്യം 1-to-1 അല്ല നമ്മള് ഇലക്ഷൻ 31 നിൽക്കണമെങ്കിലേ ഇപ്പോഴേ നമ്മള് കുറച്ചും കൂടെ ഇതാവണം. ഓ, അത് ആൾക്കാരെ ശരി 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 നേരത്തെ അല്ല ഈ ജനകീയമാക്കാൻ OSB അല്ലേ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നല്ലത്. എന്ന് വെച്ചാൽ കല്യാണത്തിന് പോകണം. നമ്മള് മിക്കവാറും എല്ലാ കല്യാണത്തിന് പോകാറുമുണ്ട്. കല്യാണത്തിനെല്ലാം പോയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. സാധാരണ രാഷ്ട്രീയ എല്ലാ മറ്റേ ഇത് വിശേഷങ്ങൾക്കും മരണങ്ങൾക്കും പോകാറില്ല. പോകാറുണ്ട്. മരണങ്ങൾക്കും പോകാറുണ്ട്. എല്ലാത്തിനും പോകണം. അവരോട് ഒരു ഫ്രണ്ട്ലി ഒരു അറ്റ്മോസ്ഫിയർ എടുക്കണം. ഒരു ജനകീയമാവണം. അല്ല, ഇവർക്ക് ജനകീയമാൻ പറ്റും. കാര്യം ഈ ചർച്ചകൾ നേരത്തെ നടക്കുമല്ലോ. ഇലക്ഷന് ഒരു 2-3 മാസം മുന്നേ ഈ ചർച്ചകളൊക്കെ നടക്കും. അപ്പോഴേ അവർക്ക് ചെറിയൊരു സാധനം നമ്മുടെ കാര്യം പറയണം. നമുക്കും ചർച്ചകൾ നടക്കുമല്ലോ. അപ്പൊ 2-3 മാസം മുന്നേ നമുക്ക് കിട്ടും. ആര് 2020 ഇപ്പൊ കയറി ആര് ജനകീയമായിരുന്നു? ലക്ഷ്മി പ്രിയ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ ഇതിനെപ്പറ്റി? ഏതെങ്കിലും കല്യാണത്തിന് പോയി കാണാം. നമ്മള് പോകും, അവരെ ബന്ധുക്കളെ വല്ല പോയി കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാ കല്യാണ ഓഡിറ്റോറിയത്തിലും നേരത്തെ പറഞ്ഞു വെച്ചേക്കാം. അതെ, അപ്പൊ അവരുമായിട്ടൊരു ബന്ധം കിട്ടുമല്ലോ. ആ ഏരിയയിലെ എല്ലാ കല്യാണം തിന്നിട്ട് വരണേ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു വെള്ളം ഇട്ടിട്ട് സ്റ്റേജിൽ കയറി എല്ലാവർക്കും ഇടിച്ചു കയറി ചെന്നിട്ട് അതെ ഇത് കൊടുക്കുക, കൈ കൊടുക്കുക, അങ്ങനത്തെ ഫോട്ടോ എടുക്കുക. ഇടിച്ചു കയറി ചെല്ലണ കാര്യം വെച്ചിട്ട് ശരി, ആരും ഇല്ലാത്തപ്പോ പോലും നമ്മളവിടെ നിന്നിട്ടുണ്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് മറ്റേ ഇപ്പം മമ്മൂട്ടിയുടെ കൂടെ അവര് നിന്നില്ലേ എന്നുവെച്ചാ ക്യാമറ ഒരു ഇതിൽ കയറിയിട്ട് അവര് എല്ലാരും ഒരു പ്രസൻസ് അവര് കീപ്പ് ചെയ്യും. അതിലിപ്പം നമ്മള് വിചാരിക്കുകയാണ്, ഓ അവരെ നിക്കട്ടെ, നിങ്ങൾ നിന്നോട്ടെ, ഞാൻ ബാക്കിൽ. അങ്ങനെയൊക്കെ നിന്നാ എപ്പോ തോറ്റെന്ന് ചോദിച്ചാൽ പിന്നടിയിലോട്ട് തള്ളപ്പെടും. നീ മറ്റേ കൊടി പിടിക്കാൻ പോയാൽ പറയില്ല. ആ സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ മറ്റേ വലിഞ്ഞു നിൽക്കുന്ന ആൾക്കാര് പാടാണ്. ഇടിച്ചു കയറി നിൽക്കണം, ഇടിച്ചിടിച്ചിരിക്കണം. അപ്പൊ നീ എങ്ങനെയായിരിക്കും? നീ സോഷ്യൽ മീഡിയ വഴി മാത്രം വീടുകളിൽ കയറുക. വീടുകളില് വെയിലത്ത് ഇറങ്ങണം, വെയിലത്ത് ഇറങ്ങി ഫ്രണ്ടിൽ നിന്ന് ചെയ്യണം. പിന്നെ അത് പോരാത്തോണ്ട് വിന്റർ സമയത്ത് ഈ പരിപാടി തുടങ്ങാം. പിന്നെ ഇത് അവർക്ക് AC തൊട്ട് ഇരിക്കാൻ പറ്റില്ല. കാര്യം AC ഒക്കെ ജയിച്ചതിനെ ശേഷം ഇരിക്കാം,
പക്ഷെ ഇപ്പം അണികളെ കൂടെ നിക്കണം, ഇല്ലെങ്കിൽ അണികള് പ്രവർത്തിക്കൂല. അവരെ അത് ഒരു സംഭവമാണ്. അണികൾക്ക് തോന്നണം നമ്മളിൽ ഒരാളാണെന്ന്. ഇപ്പൊ ഈ വീട്ടില് ആൾക്കാരെ കാണുന്നതിന് മുന്നേ ഈ അണികളുടെ കൂടെയാണ് കുറച്ചുകൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. അവരുമായിട്ട് കുറച്ചുകൂടെയൊക്കെ ഒരു ആ ഒരു ബന്ധം, ആത്മബന്ധം ഉണ്ടാക്കിയെടുത്താലേ ഇവര് പോസ്റ്റർ ഇവര് വീട്ടിൽ കയറുള്ളൂ. ശരിയാ. പക്ഷെ ഈ അണികൾ നേരത്തെ വീടുകളിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അണികളുമായിട്ട് ഒരു ബന്ധം നേരത്തെ സൃഷ്ടിച്ചെടുക്കണ്ടേ? നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ ഇവര് ഇപ്പൊ 2020 ആദ്യമേ ഇത് ചെയ്ത്, അപ്പോഴേ അണികളുമായിട്ട് ഒരു ബന്ധം വേണ്ടേ? അത് ഇനി ഉണ്ടാക്കും അവര്. ഇനിയിപ്പോ ഉണ്ടാക്കിയ അമ്മരിപ്പോ ഉണ്ടാക്കി തരും. പാടണിച്ച് ഒരു 10 ദിവസം മുന്നേക്ക് വന്നിട്ട് ഹായ് ബൈ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബന്ധം ഉണ്ടാവും. അങ്ങനെയൊന്നും പറ്റൂല. ഇങ്ങനെ CPM-ലാണ് കുറച്ചും കൂടെ ഒരു അണികൾ സ്ട്രോങ്. പിന്നെ ഒരു ഐഡിയോളജി മറ്റേ ആ ഒരു ഇതും കൂടെ ആയതുകൊണ്ട് ആ ഒരു സ്പിരിറ്റ് കൂടുതൽ അവർക്ക് ഉണ്ട്. അല്ല, അവർ ഈ പാർട്ടി മീറ്റിംഗ് അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അറിയായിരിക്കും, എല്ലാരെയും കുറച്ചുകൂടെ അറിയായിരിക്കുമല്ലോ. അതിലുണ്ട് അതിന്റെ ഒരു കാര്യമുണ്ട്. അപ്പൊ അതുപോലെ ഒരു 5 വർഷത്തേക്ക് മുന്നോടിയായി നമ്മൾ ഇങ്ങനത്തെ പരിപാടികളിലേക്ക് ഏർപ്പെടണം. നമ്മൾ ഏത് പാർട്ടിയാണോ നമ്മൾ വെക്കാൻ പോകുന്നത് അവർ നേരത്തെ സമീപിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ നിൽക്കുമോ? പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിലും നിൽക്കാം. പഞ്ചായത്ത് ഇലക്ഷൻ നല്ലതാണ്. പഞ്ചായത്ത് ഇലക്ഷൻ ആണെങ്കിൽ എളുപ്പമാണ് കുറച്ചും കൂടി. എനിക്കൊന്നും പഞ്ചായത്ത് ഇലക്ഷനൊക്കെ ചുമ്മാ നിൽക്കാം, പക്ഷെ ചുമ്മാ തോക്കുകയും ചെയ്യും. ചുമ്മാ കെട്ടി വെച്ച കാശ്. പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സാധനം പെട്ടെന്ന് നടക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇപ്പൊ 2 ക്ലബ്ബൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പോയി അവരെയൊക്കെ ഒന്ന് ഇതാക്കി ഇവിടുത്തെ കല്യാണമൊക്കെ കൂടി നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പഞ്ചായത്ത് ഇലക്ഷനിലൊരു എനിക്ക് കോൺഗ്രസ് നിർത്താൻ തോന്നുന്നില്ല. കാര്യം അവർക്ക് തന്നെ അവിടെ പാട് കുറെ ആൾക്കാരുണ്ട്. നിർത്താൻ തോന്നുന്നില്ല. കമ്മ്യൂണിസ്റ്റ് നിർത്തുമോ? കമ്മ്യൂണിസ്റ്റ് നിർത്താൻ സാധ്യതയില്ല. 2020 മാത്രമേ ഉള്ളൂ. BJP നിർത്തൂല. 2020 ഇവിടെ ഇല്ല. 2020 കൊണ്ടുവരാം. BJP ഇത്തിരി വലിയ സെലിബ്രിറ്റി ആണെങ്കിൽ നിർത്തും. അതെ അതെ, നമ്മളെ അത്ര വലിയ സെലിബ്രിറ്റി നിർത്തിയതാ. വലിയ സെലിബ്രിറ്റി നമ്മൾ വെച്ച് നോക്കുമ്പോ അതെല്ലാവരും പറഞ്ഞു ഇത്തിരി വലിയ സെലിബ്രിറ്റി ആണെങ്കിൽ നിർത്തും. നമ്മളല്ലല്ലോ. റോബിൻ അത്ര വലിയ സെലിബ്രിറ്റി ഒന്നും അല്ല. നമ്മളെ വെച്ച് നോക്കുമ്പോ വലിയ സെലിബ്രിറ്റി കിട്ടാത്തോണ്ടായിരിക്കും റോബിൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും റോബിൻ ഇത് ഒരു അങ്ങനെ ലൈം ലൈറ്റിൽ ഇപ്പൊ നിൽക്കുന്ന ആളല്ല. ഒരു കാര്യം പറയട്ടെ, ഈ റോബിൻ ഇപ്പൊ അഖിൽ മാരാർ ആണ് ജയിച്ചിറങ്ങിയത് റോബിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ അഖിൽ മാരാറിനെ കാട്ടി ഒരു ഓളം ഉണ്ടാക്കിയ ആളാണ് റോബിൻ ആ ഒരു സമയത്ത്. കാര്യം നമ്മൾ അന്ന് ഇൻട്രസ്റ്റ് പോഡ്കാസ്റ്റ് വിട്ടപ്പോ അന്ന് 1 മില്യൺ അടിച്ചു. ഒരു പോഡ്കാസ്റ്റിന്, മലയാളം പോഡ്കാസ്റ്റിന് 1 മില്യൺ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് തിരി ആ സമയത്ത് വൻ ഇമ്പാക്ട് ആയിരുന്നു പുള്ളിക്ക്. ഭയങ്കര ഫേസ് വാല്യൂ ആയിരുന്നു അത്. ആ ഒരു ഫേസ് വാല്യൂ അഖിൽ മാരാറിന് ഉണ്ടെന്ന് അന്നത്തെ ആ ഒരു അന്നത്തെ ഇല്ല. ഇപ്പോഴും പക്ഷേ കുറച്ച് ഡിക്ലൈൻ ആയി. പക്ഷെ ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരിക്കും. പക്ഷെ ഒരു ബിഗ് ബോസ് പോലെ എന്തെങ്കിലും ഒരു ഷോ വന്നിരുന്നെങ്കിൽ പുള്ളി ഇപ്പൊ ഒന്ന് പൊക്കി കയറിയാണ്. അങ്ങനെ ഒരു ഷോയിൽ വരുമെന്ന് തോന്നുന്നില്ല. അപ്പം നമ്മള് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അണികളെ കൂടെ നിൽക്കണം, അണികളെ കയ്യിലെടുക്കുക. അല്ല, നിനക്ക് ഇപ്പം ഈ ആൾക്കാരുടെ മുന്നിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളായിരിക്കും കൊടുക്കാൻ പോകും? നീ പോത്തങ്കോടാണ് നിൽക്കുന്നത്. പോത്തങ്കോട് മണ്ഡലം ഉണ്ടായിരുന്നല്ലോ. നീ മറ്റേ MLA ആയിട്ട് നിന്നാ മതി. നെടുമങ്ങാട് നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യാനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നെടുമങ്ങാട് എല്ലാം ഉണ്ട്. എനിക്കൊന്നും കിട്ടുന്നില്ല. ഞാൻ പിൻവലിക്കുന്നു. ഞാൻ എന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നു. നിനക്ക് കഴക്കൂട്ടം, നമ്മൾ 2 കഴക്കൂട്ടായിരിക്കും. അയ്യോ, അപ്പൊ നമ്മൾ 2 കോമ്പീറ്റ് ചെയ്യേണ്ടി വരും. അത് വേണം. നമ്മൾ ഒരാൾ ജയിച്ചാലും പ്രശ്നമില്ലടാ, ആര് ജയിച്ചാലും പ്രശ്നമില്ലല്ലോ. ശരിയാ. മറ്റേ ലയൺ സിനിമയില് മറ്റേ ദിലീപ് ജയിക്കുമ്പോ പച്ചക്കറിയൊക്കെ കസേരയിലിരിക്കല ഭരിക്കണൊക്കെ ഞാനാണ്. പല വകുപ്പുകളും ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിലും ആഭ്യന്തരം മകൻ രാജ്യത്തെ ആദ്യമല്ലേ ഭരിക്കണൊക്കെ ഞാനാ. അല്ലല്ല, അപ്പൊ ഞാൻ ചോദിക്കണ ഒരു റാൻഡം മണ്ഡലം, ഒരു പെർട്ടിക്കുലർ മണ്ഡലം എന്ന് വിചാരിക്കണ്ട. ഏതെങ്കിലും ഒരു റാൻഡം മണ്ഡലം ആണെങ്കിൽ എങ്ങനെയായിരിക്കും അവിടുത്തെ ഒരു കാണുന്നത്? അല്ല, എന്തൊക്കെയായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെ എങ്ങനെയായിരിക്കും ആൾക്കാരെ കയ്യിലെടുക്കുന്നത്? അതിനും ഇല്ല ഉത്തരം. അപ്പൊ കയ്യിലെടുക്കുന്നത് അവിടുത്തെ ബേസിക് സാധനങ്ങൾ എല്ലാം ഉണ്ടാകുന്ന നോക്കാം. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാകുന്ന നോക്കും. പിന്നെ
റോഡ് കട്ടറോ കുണ്ടുകുഴിയോ ഉള്ള റോഡുണ്ടോ, പുതിയ റോഡ് വരേണ്ട ആവശ്യമുണ്ടോ, പിന്നെന്താ കുടിവെള്ളം ഇപ്പൊ ഭയങ്കര പ്രശ്നം. കാരണം നമ്മളവിടെയൊക്കെ വെള്ളം ഇല്ല, അവിടെ അപ്പുറത്തൊന്നും ഇല്ല, അത് ഭയങ്കര പ്രശ്നം. അതൊക്കെ ആ ബേസിക് സാധനങ്ങളൊക്കെ ബേസിക് കമ്മ്യൂണിറ്റീസ് ആദ്യം സെറ്റ് ചെയ്യും. അതിനുള്ള വാഗ്ദാനങ്ങൾ അത് ചെയ്യും. അതായിരിക്കും എൻ്റെ ഒരു ഇത്, ബേസിക് കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ്. പക്ഷെ എന്നാലും നമുക്കൊരു ആകർഷണീയത തോന്നും എന്തുകൊണ്ട് തന്നെ വോട്ട് ചെയ്യണം. അത് ഈ ബേസിക് കമ്മ്യൂണിറ്റീസ് നന്നാക്കി കൊടുക്കുമെന്ന് എല്ലാരും പറയും. പക്ഷെ അതല്ലല്ലോ ഒരു ഇത്. നീ ഒരു വാഗ്ദാനം കൊടു, 100 ദിവസത്തിനകത്ത് ഈ സാധനങ്ങൾ ഫിക്സ് ചെയ്ത് അതിന് വേറൊരു സാധനം വേണമല്ലോ അല്ലേ? അത് വേണം. ബേസിക് നെസസിറ്റി എല്ലാരും പറയുന്ന സാധനം. പക്ഷെ കൊടുക്കൂല. ഞാൻ ഞാൻ ഇത്രയും ചെയ്യുമെന്ന് പറഞ്ഞില്ല. ബിനു എന്തോ നീ ഞാനും ബേസിക് ശ്രീകാര്യത്ത് ആണ് നിക്കുന്നത്. ശ്രീകാര്യത്ത് എന്ന് പറഞ്ഞാൽ കഴക്കൂട്ടമല്ലേ? കഴക്കൂട്ടമല്ലല്ലോ, കഴക്കൂട്ടം. അവിടെയാണ് നിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കും? കഴക്കൂട്ടത്താണ് നിൽക്കുന്നെങ്കിൽ ഇച്ചിരി പാടാ. ഞാൻ വേറെ ഏതെങ്കിലും മണ്ഡലം ചോദിക്കാം, അങ്ങനെയല്ല. പക്ഷെ കഴക്കൂട്ടത്താണ് നിൽക്കുന്നതെങ്കിൽ ഇപ്പൊ ശ്രീകാര്യത്ത് പർട്ടിക്കുലർ കാര്യമാണ് എടുക്കുന്നെങ്കിൽ അവിടെ കുറച്ചൊരു ഇപ്പം ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്. ഇപ്പൊ അവിടെ ഒരു ഹോട്ടലില്ല. ഹോട്ടലില്ലാത്തത് ഇപ്പൊ ഞാൻ ജനകീയ ഹോട്ടൽ അവിടെ ഉണ്ടാക്കാൻ ഞാൻ മാത്രം വിചാരിച്ചാൽ മതി. അതെന്ന് പറഞ്ഞാൽ ജനകീയ ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ ഒരു പ്രോഫിറ്റ് കൂടി. വാഗ്ദാനം കൊടുത്താൽ ചെയ്യണ്ട മണ്ട വാഗ്ദാനങ്ങൾ കൊടുക്കാറില്ല. വാഗ്ദാനങ്ങൾ അതാ പൊള്ളയ വാഗ്ദാനം കൊടുക്കാറില്ല. അപ്പൊ അതിന് ഞാൻ വ്യക്തപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടെ പറയണം, അല്ലെ? കാരണങ്ങൾ കൂടെ പറയാം. അതാ. അപ്പൊ ജനകീയ ഹോട്ടൽ അവിടെ പെട്ടെന്ന് സെറ്റ് ചെയ്യുന്നത് പറയുന്നത് ജനകീയ ഹോട്ടൽ കുറച്ചുകൂടി ഇപ്പൊ പോത്തൻകോടൊക്കെ ആണെങ്കിൽ ഓഫ് കോഴ്സ് ജനകീയ ഹോട്ടലിന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പോത്തൻകോട് ഇപ്പോ നമ്മുടെ ശ്രീകാര്യത്തിന്റെ കാര്യമാണ് എടുക്കുന്നതെങ്കിൽ അവിടെ കുറച്ചുകൂടെ ഇപ്പം കുറച്ചുകൂടെ ആ ഒരു ഫേസ്, ശ്രീകാര്യത്തിന്റെ ഒരു ഹോൾ ഫേസ് ഉണ്ടല്ലോ, അത് മാറണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക്. അവിടുത്തെ ആ ഒരു ഇപ്പോ ശ്രീകാര്യത്തിനെ കാണുന്ന രീതിയിലായിരിക്കരുത്. കഴക്കൂട്ടമൊക്കെ ഇല്ലേ, കഴക്കൂട്ടം പോലത്തെ ഒരു ഫേസ് തന്നെ ശ്രീകാര്യത്തിൽ വരേണ്ടതാണ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴക്കൂട്ടത്ത് എന്തുകൊണ്ടാണ് ആ ഫേസ് വന്നത്? പഠിക്കും. അല്ല, കഴക്കൂട്ടത്ത് ആ ഒരു ഫേസ് വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ റോഡ് ഡെവലപ്മെന്റ് കുറെ ടെക്നോ പാർക്കും മാത്രമല്ല എന്ന് വെച്ചാൽ ഞാൻ കഴക്കൂട്ടം ജംഗ്ഷന്റെ ഒരു കാര്യമാണ് പറയുന്നത്. അവിടുത്തെ ആ ഒരു റോഡ് ഡെവലപ്മെന്റും അവിടുത്തെ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അവിടെ നല്ല ബെറ്റർ ആയതുകൊണ്ടാണ്. അപ്പൊ അത് ശ്രീകാര്യത്ത് ബെറ്റർ ആക്കി എടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനോടനുബന്ധിച്ച് മറ്റേ ഈ ചന്ത അങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പം സാധാരണ പബ്ലിക് വരുന്ന സ്ഥലങ്ങൾ, അത് കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആക്കുക. അതിന്റെ എന്താ പറയാ, അറേഞ്ച്മെന്റ് ശരിയാക്കുക, അത് ഹൈജീനിക് ആക്കുക. അങ്ങനത്തെ സ്ഥലങ്ങൾ പറഞ്ഞാൽ വലിയ ഇപ്പോ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയെങ്കിലും അത്രയും ബെറ്റർ ആക്കണം എന്നാണ് ആഗ്രഹം. സൂപ്പർ മാർക്കറ്റ്. അപ്പം വാഗ്ദാനങ്ങളുണ്ട്. വാഗ്ദാനങ്ങളൊന്നുമല്ല, അതൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്നേ. ഇപ്പം പിന്നെ ബസ് സ്റ്റോപ്പ്, അവിടുത്തെ ശ്രീകാര്യം ബസ് സ്റ്റോപ്പ് ഒരു ആള് വെച്ച് നോക്കുകയാണെങ്കിൽ അവിടുത്തെ ബസ് സ്റ്റോപ്പ് ഭയങ്കര മോശമാണ്. ഭയങ്കര ഇതാണ്, ശ്രദ്ധിച്ചിട്ടില്ല? ആൾക്കാരൊക്കെ റോഡിൽ ഇറങ്ങി നിന്നാണ് നിൽക്കുന്നത്. പിന്നെ ഈ ചന്തയിലുള്ള ആൾക്കാർ തന്നെ പലപ്പോഴും ചന്തയിൽ ഇതില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി കച്ചവടം ചെയ്യുമായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്. കാര്യം അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ അതൊക്കെ ഒരു മാർക്കറ്റ് പോലെ തന്നെ അതിന്റെ രീതിയിൽ തന്നെ ചെയ്യണം എന്നാണ് നമ്മുടെ ഒരു പ്ലാൻ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഒരു ശ്രീകാര്യത്തിന്റെ ഇത് വെച്ചിട്ടേ, ആ റോഡിന്റെ ഒരു ജംഗ്ഷനും കാര്യങ്ങളും വെച്ചിട്ടേ ശ്രീകാര്യം അത്ര ഇങ്ങനെ നിന്നാ പോരാ. പൈപ്പാണ്, ഒരു ജംഗ്ഷനാണ്, എല്ലാരെയും കണക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരു വളർച്ചയില്ല. അത്രയും ജംഗ്ഷനും അവിടെ കോളേജ് ഉണ്ട്, CET കോളേജ് ഉണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്. അപ്പുറത്ത് ലയോള കോളേജ്, സ്കൂള്, പിന്നെ കിഴങ്ങ് ഗവേഷണ കേന്ദ്രം, പിന്നെ അത് കഴിഞ്ഞിട്ട് എയർഫോഴ്സിന്റെ ഒരു ട്രാഫിക് അത് ഭയങ്കര വലുതാണ് ആ ട്രാഫിക്. പക്ഷെ അതിനുള്ള ഒരു ഫെസിലിറ്റീസ് ഒന്നും അവിടെ ഇല്ല. അതിനാണ് ഇപ്പോഴത്തെ മറ്റേ പാലവും റോഡും. ഇപ്പം രാഷ്ട്രീയപരമല്ലെങ്കിലും കൊമേഴ്ഷ്യലി നോക്കുകയാണെങ്കിൽ ബിസിനസ്സും ഭയങ്കര കുറവാണ്. നല്ലൊരു ഹോട്ടലില്ല. ഇപ്പൊ പോത്തൻകോടിനെക്കാളും പകുതി ബിസിനസ് ശ്രീകാര്യത്ത്. പക്ഷെ അതിനേക്കാളും വലിയ ആൾക്കാർ വലിയൊരു സ്ഥലവും നല്ലൊരു അപ്പുറത്ത് സിറ്റിയാ. അപ്പുറത്ത് ടെക്നോ പാർക്ക് സാധനങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ടും അവിടെ ഒരു മുരടിച്ച കാണുന്നു കുറെ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇത്രയും വർഷം ഇപ്പൊ ഒരു റോഡ് വീതി കൂട്ടി എല്ലാം സെറ്റ് ചെയ്ത്, പക്ഷെ ഇത്രയും വർഷം നിന്നിട്ടും ശ്രീകാര്യം പോലെ തന്നെ നിൽക്കുന്നത്.
മറ്റേ ഒരു കണ്ട ഒരു മാറ്റം തോന്നൂല. ഒരു പഴമ നിലനിർത്തിയിട്ടുണ്ട്. ഒരു അപ്പുറത്തൊരു ജോഷി അതിപ്പോ ഒരു ഫ്ലാറ്റ് ആയി. ഇപ്പൊ അത് എന്ന് പറഞ്ഞാൽ ആ ഏരിയ ആക്ച്വലി കുറച്ച് ഒരു റോഡിന്റെ ഇതൊക്കെ മാറി റോഡ് പണിയൊക്കെ കഴിയുമ്പോഴേ സെറ്റ് ആവും. ഇൻഫ്രാസ്ട്രക്ചർ വരുമ്പോഴ് അത് വരുമ്പോ കുറെ മാറുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. അവിടെ ആ പണ്ടൊരു ട്രാഫിക് എന്നൊക്കെ പറയുന്ന അവിടെ എത്തുമ്പോ ഒരു എല്ലാരും ഒന്ന് നിൽക്കും, എന്നിട്ട് പിന്നെയാണ് പോണത്. അപ്പൊ ആ ഒരു സംഭവം ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രശ്നമാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇപ്പൊ പോത്തൻകോടാണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിന്റെ പ്രശ്നം തന്നെയാണ്. നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, ഭയങ്കരമായിട്ട് ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്. പക്ഷേ ശ്രീകാര്യത്ത് പിന്നെ ശ്രീകാര്യത്ത് വലിയ പ്രശ്നമില്ല, ഇപ്പൊ കയറി പോകുന്നുണ്ട്. ശ്രീകാര്യത്തുള്ളോട്ട് മാത്രം മതി എനിക്ക്. അല്ല, ഞാൻ ഇതിൽ ഓരോ സ്ഥലത്തെയും കുറിച്ച് ഇനി പഠിച്ച് ഇതേപോലെ ഞാൻ കാര്യകാരണങ്ങളാൽ സംവദിക്കുന്നതായിരിക്കും. അപ്പൊ നീ എന്തിനാണ് ചെയ്യാൻ? ഇപ്പൊ തന്നെ ശ്രീകാര്യം സെറ്റായി, ശ്രീകാര്യം ബന്ധപ്പെട്ട് ആ ഒരു മെയിൻ പെയിൻ പോയിന്റ് കഴിഞ്ഞ് ഇനി നന്നാക്കൊന്നും ഇല്ലല്ലോ ഇവിടെ. ഇനി ഞാൻ നോക്കുമ്പോ കഴക്കൂട്ടത്ത് മെയിൻ ആയിട്ട് നീ കഴക്കൂട്ടം വേണം ഏതെങ്കിലും ഒരു മണ്ഡലത്തില്. കഴക്കൂട്ടമാണെന്നുണ്ടെങ്കിൽ ടെക്നോ പാർക്ക് ഉണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ആൾക്കാരുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഉള്ള ബിസിനസ് എങ്ങനെ കൂട്ടാന്ന് നോക്കും. കാര്യം ആദ്യം വന്നൊരു ടെക്നോ പാർക്ക് IT പാർക്കാണ് ഏഷ്യയിൽ, എന്നിട്ടും അത് വികസിക്കേണ്ട അത്രയും വികസിച്ചിട്ടില്ല. അപ്പൊ അത് കുറച്ചും കൂടി വലുതാക്കാൻ നോക്കും, അതിന് ബെറ്റർ ഇത് കൊടുക്കാൻ നോക്കും. ഇവിടെയുള്ള ആൾക്കാർക്ക് തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ അവിടെ എങ്ങനെ സൃഷ്ടിക്കാം അത് നോക്കും. എല്ലാ വീട്ടിലും ഒരു IT ജോലി, IT ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും അത് ഞാൻ കൊടുക്കാൻ നോക്കും. പിന്നെ ഞാൻ നോക്കിയത് ഇവിടെ ഒന്നും ഇപ്പം പിള്ളേർക്ക് കളിക്കാനോ അങ്ങനെയൊന്നും ഒന്നുമില്ല, ഫെസിലിറ്റീസ് ഒന്നുമില്ല. മുതുക്കന്മാരെ നമുക്കും കളിക്കാനില്ല. അപ്പൊ പഞ്ചായത്ത് വക 1-2 സ്ഥലം ഏറ്റെടുത്തിട്ട് 1-2 റെക്രിയേഷൻ, അപ്പൊ ഈ അവർക്ക് കുറച്ച് ഒരു സാധനമില്ല, അത് നമ്മൾ കൊടുക്കും. പിന്നെ ഈ സിറ്റിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് പാർക്കുണ്ട് നടക്കാനൊക്കെ. ഇവിടെ ആകെ ഉള്ളത് ആ ഗ്രീൻഫീൽഡിന്റെ ഫ്രണ്ടിലാണ്, അതും വലിയ ഡെവലപ്ഡ് അല്ല. അത് കുറച്ചും കൂടി ഒന്ന് ഓപ്പൺ ആക്കി, ഗവൺമെന്റ് പാർക്ക് പോലത്തെ സംഭവം അല്ലല്ലോ. അല്ല, അത് വേണമെങ്കിൽ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് ഡെവലപ്പ് ആക്കി ലൈറ്റൊക്കെ വെച്ച് കുറച്ച് സ്ട്രീറ്റ് ഫുഡ്സ് ഒക്കെ പുറത്തൊക്കെ വെച്ച് അത് പറ്റിയ ആൾക്കാരൊക്കെ ഒന്ന് ഇടാൻ പറ്റിയ സെറ്റപ്പിൽ വെച്ച് അങ്ങനെ കൊടുക്കും. പാർക്ക് നല്ലൊരു പാർക്ക് കൊടുക്കും, ഗ്രൗണ്ട്. നമ്മള് ഇപ്പം ശ്രീകാര്യം കഴക്കൂട്ട ഏരിയയിൽ ഇല്ല ഒരു പാർക്ക് വേണം, നല്ലൊരു പാർക്ക് വേണം. അത് രണ്ടും വരും. ടെക്നോ പാർക്ക് മാത്രമേ നമുക്കുള്ളൂ, ഇതല്ലാതെ നമ്മൾ പുറത്ത് പാർക്ക് വേണം, റെക്രിയേഷണൽ പാർക്ക്, ഗ്രൗണ്ട്, സ്റ്റേഡിയം. കപ്പിൾസിനൊക്കെ വന്നിരിക്കാനുള്ള ഒരു നല്ലൊരു ഇത് ഗ്രീൻഫീൽഡ് മാത്രമേ ഉള്ളൂ. ലൈറ്റും ഇല്ല അതായിരിക്കും സെക്യൂരിറ്റി ഇല്ലായ്മ വേണ്ടേ, അത് ഒന്ന് സെറ്റ്. പിന്നെ ആക്കുളം ശരിയാക്കണം. ആക്കുളം ശരിയാക്കേണ്ട ഒരു സ്ഥലമാണ്. അതിനൊരു പ്രോപ്പർ റെമഡി തന്നെ ചെയ്യേണ്ടതാണ്. കാര്യം ഇത് എല്ലാ പ്രാവശ്യം അവര് ക്ലീനിങ് എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. പുറത്തുള്ളവർക്ക് അറിയണമല്ലോ. ലുലുവില് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു പാലം ഉണ്ടല്ലോ, ലുലു മോൾ. ഇതാകുമ്പോ പുറത്ത് മലപ്പുറം ഉള്ളവർക്ക് അറിയാം. ലുലുവിന്റെ പ്രശ്നം എന്ന് പറ. ആക്കുളത്ത് പായലും പിന്നെ കയ്യേറ്റവും. ഇതാണ്, ഇത് കായലാണ്. കായലില് മറ്റേ ആഫ്രിക്കൻ പായൽ ഇങ്ങനെ ഇൻവേഷൻ, മൊത്തത്തിൽ ഇൻവേഷൻ. അതിന്റെ ഇതുണ്ട് നമ്മുടെ സക്കർ ഫിഷിന്റെ ഒരു വിളയാട്ടമാണ്. നമ്മൾ ഒരു ദിവസം പണ്ട് ചൂണ്ടയിട്ട് നോക്കിയപ്പോൾ സക്കർ ഫിഷ്. അതാ അതിന്റെ ഒരു നമ്മുടെ ആവാസ വ്യവസ്ഥ. പിന്നീട് കുറച്ച് കഴിയുമ്പോഴ് കായൽ ഇല്ലാതാവും. ഇതെല്ലാം കൂടി മുടിപ്പിക്കും. പണ്ട് കായലായ സ്ഥലത്ത് ഇപ്പൊ ക്രിക്കറ്റ് കളിക്കുന്നു. പണ്ട് കായലിൽ കുറെ മീനുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ചത്തുപോയി. അപ്പൊ നമ്മൾ ഇത് രണ്ടും എങ്ങനെയെങ്കിലും ശരിയാക്കും. പിന്നെ അതുപോലെ തന്നെ ആമേഴഞ്ചാൻ തോടിന്റെ നമ്മളുടെ പാർട്ടിൽ വരുന്ന സാധനങ്ങളൊക്കെ നമ്മളൊന്ന് ശരിയാക്കും. ആമേഴഞ്ചാൻ തോടിന്റെ അവിടെ കുറച്ച് മറ്റേ ക്ലീനിങ് നടക്കുന്നുണ്ട്, പക്ഷെ അത് ഒരു തവണയും നടക്കുന്നില്ല പ്രോപ്പറായിട്ട്. ഹോസ്പിറ്റലിലെ വേസ്റ്റ് ഒക്കെ അങ്ങോട്ട് ഒഴുക്കുന്ന ഒരു സാധനം ഉണ്ട്, അതൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കും. അതൊക്കെ ശരിയാക്കും. ഫൈൻ ആകുമ്പോഴത്തേക്കും അവരത് ശരിയാക്കും. അത് പിന്നെ കുറച്ചുകൂടെ ഈ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ടിന്റെ കാര്യങ്ങളിലാണെങ്കിൽ ഇപ്പൊ ബസ് കുറച്ചുകൂടി
ആധുനികവൽക്കരിക്കാനാണ് താല്പര്യം. AC സാധനം കൊടുക്കും. നമ്മൾ ബസ് സ്റ്റോപ്പ് ആയാലും ബസ് ആയാലും കുറച്ചുകൂടെ ആധുനികവൽക്കരിച്ചിട്ട് എസ്പെഷ്യലി ഞാൻ ശ്രദ്ധിച്ചത് ഈ ടെക്നോ പാർക്കിൽ പോകുന്ന ആൾക്കാർക്ക് കൂടി കുറച്ച്, പിന്നെ ഗവൺമെന്റ് ജോലിക്കാർ ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പൊ ഇവർക്ക് അതൊന്ന് കുറയ്ക്കണം. ഈ കാറിന്റെയും ബൈക്കിന്റെയും ഒക്കെ ഒന്ന് ഇത് കുറച്ചിട്ട് ഒരു പ്രോപ്പർ നല്ലൊരു ഫെസിലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല AC ബസ് സ്റ്റോപ്പ്, AC വണ്ടികൾ. അതെ അതെ, അതാണ് ബസ് സ്റ്റോപ്പ്, AC വണ്ടികൾ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ടൈം ഉണ്ടല്ലോ, ഈ ബസ് ഇപ്പൊ വരുമെന്ന് നമ്മൾ അറിയാനുള്ള ഒരു ഇത് കൊടുക്കണം. അതും കൊടുക്കും നമ്മൾ. അത് നമ്മളിങ്ങനെ ബോർഡിൽ ഇങ്ങനെ വരും. അത് ബസ് സ്റ്റോപ്പിൽ തന്നെ ഒരു ബോർഡ്. പിന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ നമ്മൾ ഇവിടെ തന്നെ സാധനം വെക്കും. ഇത് KSRTC സമ്മതിക്കും. KSRTC ഇപ്പോഴും ഉണ്ട്, മറ്റേ എന്തോ റീചാർജ് കാർഡൊക്കെ ഉണ്ട്. അല്ല, നമ്മൾ ഈ ബസ് ആപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്. ബസ് സ്റ്റോപ്പിൽ തന്നെ സ്കാൻ ചെയ്ത് ബസ് സ്റ്റോപ്പിൽ തന്നെ കറക്റ്റ് ടൈം ഒക്കെ കാണിക്കുന്നുണ്ടോ? മറ്റേ എല്ലാ ബസ് സ്റ്റോപ്പിലും ഇല്ലല്ലോ. അതൊക്കെ നമ്മൾ വെക്കും. അത് ഫോണിൽ അറിയാന്നുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. അതെ. പിന്നെ ഫസ്റ്റ് നമ്മുടെ ഇത് പ്രാധാന്യം എന്ന് പറയുന്നത് വേസ്റ്റ് റിമൂവൽ. ക്ലീൻ സിറ്റി ആയിരിക്കും. ക്ലീൻ ആണ് ഓൾറെഡി, എങ്കിലും കുറച്ചുകൂടി ക്ലീൻ ആകും. ബെസ്റ്റ് സിറ്റി ആകും. അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള പോലെ അത്രയും ക്ലീൻ ആയിരിക്കും. ഞാൻ ബാഴ്സലോനെ ക്ലോൺ ചെയ്യും, പണ്ട് ശശി തരൂർ ക്ലീൻ സിറ്റി ആക്കും. പിന്നെ ഈ ഗ്രീൻഫീൽഡിലോട്ട് കൂടുതൽ സംഭവങ്ങൾ കൊണ്ടുവരും പറ്റുകയാണെങ്കിൽ. അത് നമ്മളെ കൊണ്ട് വിചാരിച്ച MLA കൊണ്ട് വിചാരിച്ചാൽ പറ്റൂലേ? നമ്മളെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ നമ്മുടെ സ്പോർട്സ് ഫെസിലിറ്റീസും കൂടെ കൂട്ടും. അത് ആദ്യമേ പറഞ്ഞല്ലോ, ഗ്രൗണ്ടിന്റെ കൂടെ ഇതൊക്കെ കൂട്ടും. അല്ല, ക്രിക്കറ്റും ഫുട്ബോളും മാത്രമല്ല, എല്ലാ സ്പോർട്സും. ഈ ഇവിടെ ഒരു LNCP ഉണ്ട്, ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതിനെക്കുറിച്ച് കുറെ പേർക്കൊന്നും അറിഞ്ഞുകൂടാ. നമ്മൾ അത് പുഷ് ചെയ്യും ആൾക്കാരെ കൂടുതൽ. ഇവിടെ അത് കൂടുതലും പുറത്തുനിന്നുള്ള ആൾക്കാരാണ് അവിടെ വന്ന് ഇന്ത്യയിലെ പലയിടത്തു നിന്ന് വന്ന് താമസിക്കുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ അത് യൂസ് ചെയ്യുന്നില്ല കറക്റ്റ് ആയിട്ട്. അതൊക്കെ നമ്മൾ പുഷ് ചെയ്യും. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്പോർട്ടിംഗ് നേഷൻ അല്ല. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് പ്രയോറിറ്റിയാണ് സ്പോർട്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊന്ന് മാറ്റിയെടുക്കണം എന്നുള്ളത്. സ്പോർട്സിന് ഇപ്പൊ എന്തെങ്കിലും കപ്പാസിറ്റി ഉള്ള, ഇപ്പം US ആണെങ്കിൽ എന്തെങ്കിലും കഴിവ്, അല്ലെങ്കിൽ അവനൊരു ഹൈറ്റ്, അവനൊരു ആ ഒരു വെയിറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ സ്പോർട്സിന് പറ്റിയ ഒരു സ്പെസിമെൻ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ അപ്പോഴേ പിക്ക് ചെയ്ത് അവനെ എങ്ങനെയെങ്കിലും ട്രെയിൻ ചെയ്തെടുക്കും. അപ്പൊ അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേരെയും ഇത്തിരി കപ്പാസിറ്റി ഉള്ള ഒരാളാണെങ്കിൽ അവന് മാക്സിമം യൂട്ടിലിറ്റീസ് കൊടുക്കും. 2046 കഴക്കൂട്ടത്തിന് ഒരു ഒളിമ്പിക്സ് ആണ് എന്റെ ലക്ഷ്യം. കഴക്കൂട്ടത്തുനിന്ന് ഒരു ഒളിമ്പിക്സ് മെഡൽ, ഒളിമ്പിക്സ് മെഡൽ, ഒരു ഗോൾഡ് മെഡൽ. അതാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സാധനം. പിന്നെ വെള്ളത്തിന്റെ സംഭവം നമ്മൾ ശരിയാക്കും. അത് കുറെ സ്ഥലങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല. അതുപോലെ വാട്ടർ അതോറിറ്റി ആയിട്ട് ഇടപെട്ട് അത് ശരിയാക്കും. പിന്നെ ഈ മഴവെള്ള സംഭരണി കേട്ടിട്ട് ഇനി മറ്റേ വേറെ ആരെങ്കിലും ഒക്കെ എടുക്കോ, ഇതേപോലത്തെ വാഗ്ദാനങ്ങൾ കൊടുക്കോ നമ്മുടെ സാധനങ്ങൾ കേട്ടിട്ട്? അവര് കൊടുക്കാനല്ലോ, നമ്മള് കറക്റ്റ് ചെയ്യല്ല. നമ്മള് പറഞ്ഞ കുറച്ച് കാര്യങ്ങള് ആവശ്യമുള്ളതാ. ആക്കുളത്തിന്റെ കാര്യമൊക്കെ ആവശ്യമുള്ളതാ. പിന്നെ ടൂറിസം ഒന്നും കൂടി, ആക്കുളത്തെ പാർക്ക്, പാർക്ക്. അല്ല, ഈ ആക്കുളത്തെ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവിടെ ഒരു റെസ്റ്റോറന്റ് തുടങ്ങി അവിടെ നശിപ്പിച്ചിട്ടുണ്ട്. ആ റെസ്റ്റോറന്റ് ആക്ച്വലി അത് അവിടെ ആവശ്യമില്ലായിരുന്നു. അത് കുറച്ച് സത്യം പറഞ്ഞ പാർക്കിന്റെ ഭാഗമായിട്ട് എടുത്ത് പബ്ലിക്കിന് കൂടെ നടക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ ഒക്കെ പറ്റുന്ന സ്പേസ് ആക്കണത്. അതൊരു പാർക്കായിരുന്നു, പക്ഷേ അത് റെസ്റ്റോറന്റ് കൊടുത്ത് ആ പാർക്ക് അങ്ങ് അടച്ചു. അതെ. നമ്മളത് മാറ്റിയിട്ട് ചെറിയൊരു ചായ ഇതും കൊടുക്കുന്ന കുടുംബശ്രീക്കാർ നോക്കുന്ന ഒരു സ്ഥലമായിട്ട് കൊടുക്കും. ചായ കൊടുക്കണ്ടേ? ചായ കൊടുക്കാം. പക്ഷേ ഈ പബ്ലിക്കിന് ഇപ്പൊ കായല് ആസ്വദിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇത് തടസ്സപ്പെടാൻ പാടില്ല. അങ്ങനത്തെ രീതി വേണം കൊടുക്കാം. നമ്മൾ ഈ ക്യൂൻസ് വാക്ക് വേ ഇല്ലേ കൊച്ചിയില, അതാണ് നമ്മൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നത്. ആ ഒരു സെയിം സെറ്റപ്പ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. പക്ഷെ അത് എന്തോ അത് കടയെല്ലാം അടഞ്ഞുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് ഉടനെ തിരിച്ചു വരുമായിരിക്കും. അപ്പൊ അത് നമ്മള് അവിടെ സെറ്റ് ചെയ്യും. അല്ല, ഈ കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രോഫിറ്റ് ബിസിനസ്സും കൂടെ വേണ്ടേ? പ്രോഫിറ്റ് ഈ കട മറ്റേ ഈ ടെൻഡർ വിളിച്ച് കൊടുക്കുന്ന സെറ്റപ്പ് എന്താ, അങ്ങനെ എന്തോ ആണ്. വേണമെങ്കിൽ ഫുഡ് കോർട്ട് തുടങ്ങാം. ഫുഡ് കോർട്ടിനോട് സ്പേസ് കൊടുക്കാം. നിങ്ങളുടെ ഭാഗമായി വളരെ തുച്ഛമായ റേറ്റിൽ കൊടുക്കും നമ്മൾ സ്പേസ്. ഓൺട്രപ്രനേഴ്സിനെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ സെറ്റ് ചെയ്യും. അതെ. പിന്നെ നമുക്ക് വല്ലപ്പോഴും ഫ്രീ ഫുഡ് ആയിരിക്കും. അതിപ്പോ മറ്റേ ഇവര് പറഞ്ഞ ബാംഗ്ലൂരിലെ അവര് കളി വരുമ്പോ ഫ്രീ ടിക്കറ്റ് കൊടുക്കണം. അതേപോലെ നമ്മള് ഫാമിലി ആയിട്ട് വരുമ്പോ വല്ലപ്പോഴും ഫ്രീ ഫുഡ്. ഇതൊന്നും പറയരുത്. അപ്പം ഇതൊക്കെയാണ് നമ്മള് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്ന സാധനങ്ങൾ. പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കലാപരിപാടി, കലാപരമായിട്ടും എന്തെങ്കിലും അതും വേണം. ശരിയാ. അല്ല, കലാപരമായിട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇപ്പം ട്രിവാൻഡ്രം നല്ലൊരു ബേസ് ആണ്. ഈ മറ്റേ സ്കൂൾ നിശാഗന്ധി ഓഡിറ്റോറിയം
സ്കൂൾ കലോത്സവം വേണ്ടേ? കലോത്സവമല്ല, മറ്റേ ഇവിടെ കുറെ കനകക്കുന്ന്, അതൊക്കെ എപ്പോഴും കലാപരമായിട്ടുള്ള. കഴക്കൂട്ടത്തിന്റെ പാർട്ടിന്ന് പോയി. ഓ, ട്രിവാൻഡ്രയല്ലേ, സോറി. അപ്പൊ കഴക്കൂട്ടത്ത് ആവശ്യമുണ്ട്, കഴക്കൂട്ടത്തും സാധനം ആവശ്യമുണ്ട്. ടെക്നോ പാർക്കിന്റെ അടുത്തായിട്ട് അങ്ങനെ ഒരു സാധനം, ഇത്രയും എംപ്ലോയീസും ആൾക്കാരും നിൽക്കുന്ന ഒരു സ്ഥലത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഫെസ്റ്റ് കിടക്കാനുള്ള ഒരു സ്ഥലം വേണം. ടെക്നോ പാർക്കിന്റെ അടുത്താക്കുന്നതിനെക്കാട്ടി നല്ല കഴക്കൂട്ട്, മംഗലാപുരം അങ്ങോട്ട് മതി, കുറച്ചൊന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. പിന്നെ accessible ആയിരിക്കും. കഴക്കൂട്ടത്ത് നല്ലൊരു ബീച്ചുണ്ട്, അത് വേണ്ട പോലെ യൂസ് ചെയ്തിട്ടില്ല. ആ ബീച്ചിൽ കൂടുതൽ ടൂറിസ്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യും. ഇവിടെ ഭയങ്കര വേസ്റ്റ് ആൾക്കാർ അങ്ങനെ അധികം വരാറുമില്ല, കഴക്കൂട്ടത്ത് അടുത്തല്ലേ ഉണ്ട്, എങ്കിലും അത് കുറച്ചും കൂടി നമ്മൾ പ്രൊമോട്ട് ചെയ്യും. പിന്നെ കൂടുതൽ കമ്പനി നമ്മൾ ആകർഷിക്കും, കമ്പനികളെ. അവരുടെ GCC ഒക്കെ തുടങ്ങാൻ നമ്മൾ GDC ഞാൻ വിചാരിച്ചു ശ്രീകാന്തിന് മാത്രം അറിയാന്നുള്ള എന്തോ ഗ്ലോബൽ ഡെലിവറി സെന്റർ കൂടുതൽ ഇങ്ങോട്ട് ആകർഷിച്ച് വലുതാക്കും, ഒരു ഹബ്ബാക്കും, IT ഹബ്ബാക്കും. കാര്യം അതിനുള്ള സംഭവം ഉണ്ട് ഇവിടെ. കാര്യം റെയിൽവേ സ്റ്റേഷൻ അടുത്താണ്, എയർപോർട്ട് ഭയങ്കര അടുത്താണ്. പിന്നെ ഇവിടുത്തെ ട്രാൻസ്പോർട്ട്, റോഡ് ട്രാൻസ്പോർട്ട് അത്യാവശ്യം കിടിലാണ് ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ. ട്രാഫിക് കുറവാണ്, അത്യാവശ്യം പ്ലാൻഡ് ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ഒരു സാധനം ഇവിടെ വന്നിട്ടില്ല ഇതുവരെയ്ക്കും. അപ്പൊ അത് നമ്മൾ കൂടുതലായിട്ട് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലായി കൊണ്ടുവരും, ഇൻവെസ്റ്റ് ചെയ്യിക്കും, കൂടുതൽ കൊണ്ടുവരണം. നമ്മളിപ്പം എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് നമ്മൾ ഇപ്പം എറണാകുളത്ത് പോയി, ബാംഗ്ലൂർ പോയി, ചെന്നൈ പോയിട്ടും, പക്ഷേ തിരുവനന്തപുരത്ത് വരം സ്വന്തം നാടായോണ്ടാണെന്ന് അറിഞ്ഞൂടാ ഒരു പ്രത്യേകത ഉണ്ട്. ഇപ്പം അത് ഇപ്പം റോഡില് വണ്ടി ഓട്ടിക്കണായാലും ആൾക്കാർ ഓട്ടിക്കണായാലും നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഒരു ക്ലീനും കാര്യങ്ങളും ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളത് തിരുവനന്തപുരം ഒരു പ്രത്യേകത ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ അധികം ആൾക്കാർക്ക് അത് അറിയില്ല, ആ ഒരു സിറ്റിയിലെ ഒരു ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഒരു പോപ്പുലേഷൻ കൂടെ സാധ്യത ഉള്ള ഒരു സ്ഥലം കൂടെയാണ് ട്രിവാൻഡ്രം. അതെ, അപ്പൊ ഈ ട്രാഫിക് ഒക്കെ ഇപ്പോഴേ സത്യം പറഞ്ഞാൽ കൺട്രോൾ ചെയ്ത് തുടങ്ങണം. ഈ 15 വർഷത്തേക്കുള്ള റോഡ് ഇപ്പോഴും അല്ല, ഒരു 15 അല്ല, അടുത്തൊരു 30 വർഷത്തേക്കുള്ള റോഡ് ഇപ്പോഴേ പണിയണം. കഴിഞ്ഞ ഒരു 15 വർഷത്തെ റോഡാണ് ഇപ്പൊ പണിയണത്. അല്ല, റോഡും അതേപോലെ ഈ ട്രാഫിക്കിന്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ഇമ്പോസ് ചെയ്യണം. അതുപോലെ തന്നെ ഈ മെയിൻ റോഡ് അല്ലാണ്ട് കുറച്ച് ചെറിയ റോഡുകളുണ്ട്, അത് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആക്കണം. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ്, മിക്കയിടത്തും സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. സ്ട്രീറ്റ് ലൈറ്റ് നമ്മള് പക്കയാക്കും. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത സ്ഥലങ്ങൾ ഇല്ലാതാണ്. സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലെങ്കിൽ അന്ന് അവിടെ ഫൈൻ ഉണ്ടാവും. ഗവൺമെന്റ് എനിക്ക് തോന്നുന്നു മിക്കവാറും ഇന്ന് തന്നെ നമ്മളെ പിടിച്ചാക്കുക. ഇത്രയും വിഷനറി ഉള്ള ആൾക്കാർ 2020 ഇപ്പൊ വിചാരിക്കുകയായിരിക്കും ഇവര് മതിയായിരുന്നു, നീ ഒരു ചാൻസ് ആണ് മിസ്സാക്കി. ഇവിടെ ഇരുന്നിരുന്നെങ്കിൽ ഒരിടത്ത് പോയി നിൽക്കായിരുന്നു, നിനക്കും വല്ല വാഗ്ദാനം കൊടുത്തുവിടായിരുന്നു. നാളത്തെ MLA ആയിരുന്നു. ഉല്ലാസം എന്ത് കൊടുക്കും? ഉല്ലാസം ഒന്നും തരില്ല. അപ്പൊ ഇതൊക്കെയാണ് നമുക്കിപ്പം നമ്മൾ കാണുന്ന കഴക്കൂട്ടം, കോഴിക്കോട് നമ്മൾ കാണുന്ന കഴക്കൂട്ടം. അപ്പൊ പിന്നെ ഇതിൽ കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മളത് റെക്ടിഫൈ ചെയ്യും. നമ്മൾ ഇനിയും പഠിച്ചിട്ട് അത് 5 വർഷം ഉണ്ടല്ലോ, ഫസ്റ്റ് 1 വർഷം കഴിയുമ്പോഴത്തേക്കും അതിലുള്ള സാധനങ്ങൾ പഠിച്ച് നമ്മൾ പിന്നെ ഈ 5 വർഷം നമ്മളെ കാണാതിരിക്കൂല. അതാണ് നമ്മൾ തരുന്ന അടുത്ത വാഗ്ദാനം. നമ്മൾ ഒരിക്കലും കാണാതിരിക്കില്ല, എപ്പോഴും നമ്മൾ ഒരു പോഡ്കാസ്റ്റ്, ഒരു ലൈവ്, ഒരു ആഴ്ചയിലൊരിക്കൽ ഒരു ലൈവ്, അല്ല ഈ ലൈവ് ഒരു കുക്കിംഗ് ബ്ലോഗ്, മറ്റേ വലിയ മീനും വാങ്ങിച്ചിട്ട് കേൾക്കാമോ അറിയൂടെ കണ്ട. സുരേഷ് ഗോപിക്ക് അഭിനയിക്കാമെങ്കിൽ നമുക്കും അത് ചെയ്യാമല്ലോ. OSB മറന്നിട്ടുള്ള നമ്മൾ റൂട്ട്സ്. പിന്നെ ലൈവ് കാണും, ലൈവില് മറ്റേ പൈസ 100 രൂപ ഇട്ടിട്ട് സൂപ്പർ ചാറ്റ് ഇട്ടിട്ട് അതെ, അത് യൂട്യൂബിനോട് പറയണം, നമുക്ക് പറയാൻ പറ്റില്ല. ചോദ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനല്ലേ. MLA കഴക്കൂട്ട MLA അറിയാൻ ഇവിടെ ഇങ്ങനെ പ്രശ്നം ഉണ്ടെന്ന് ഒരു 500 രൂപയുടെ ലൈറ്റ് കിട്ടും. വലിയ പ്രശ്നമാണെങ്കിൽ 1000 രൂപ ഇട്ടിട്ട് ഇപ്പൊ കൊറേ നേരം കാണും. അതെ, അങ്ങനെ
നല്ലതായിരിക്കും. നിങ്ങളുടെ കൂടെ എപ്പോഴും നിരന്തരം 5 വർഷം നിങ്ങൾക്ക് ഒരിക്കലും ലോൺലിനെസ് ഫീൽ ചെയ്യും. നമ്മൾ നിങ്ങളുടെ കൂടെ കാണും. വളരെ എന്റർടൈനിങ് ഇയേഴ്സ് ആയിരിക്കും those 5 years in your life. പിന്നെ മാസത്തിൽ 2 വീഡിയോസ് നമ്മൾ ആൾക്കാരുമായിട്ടായിരിക്കും, ജനങ്ങളിൽ ഇറങ്ങിയായിരിക്കും ചെയ്യുന്നത്. ഓരോ സ്ഥലത്ത് നിന്ന് ചെയ്യണായിരിക്കും നല്ലത്. അല്ല, ഓരോ വീട്ടിലും പോയി ആഴ്ചയിലാണോ ജനസമ്പർക്ക പരിപാടി. ജനസമ്പർക്ക പരിപാടി. അതായത് ഇപ്പം ഞാൻ ഇപ്പൊ ഇവിടുത്തെ MLA ആയി, കഴക്കൂട്ടത്തെ MLA ആയി. അപ്പൊ അടുത്ത മാസം ഞാൻ ചേങ്കോട്ടോണം വിസിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ശ്രീകാര്യത്തെ MLA ആയി കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് മറ്റേ സുരേഷ് ഗോപി പോലെ ആയിരിക്കും. പപ്പടം കൊണ്ടൊരു പകുതി ഒടിച്ചു കളയാ. ഉന്നത കുതിരാണെങ്കിൽ ഇരിക്കാം, ഒരു ഉന്നത കുതിര. പിന്നെ നിന്റെ ഇത് ആ ചെറുക്കൽ ഇവിടെയാ ഉപയോഗിച്ചത്. അപ്പൊ അല്ല നമ്മളിങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ സമ്പർക്ക പരിപാടി ഒരു ദിവസം ഞായറാഴ്ച പുള്ളി ചെയ്ത മറ്റൊരു കലിങ്ങില് തൃശ്ശൂരിലൊരു കലിങ്ങി അത് മറ്റേ കുറച്ചും കൂടി മറ്റേ നമ്മൾ പണ്ട് പഠിക്കുമല്ലോ ഒരു മറ്റേ ഗ്രാമസഭ. അത് തന്നെ, അത് സർപഞ്ച് അങ്ങനെ ജനസമ്പർക്ക പരിപാടി നമ്മളൊരു പബ്ലിക് സ്പേസിൽ എല്ലാവരുമായിട്ട് ആ ഒരു ഏരിയയിലെ എല്ലാവരുമായിട്ട് ഇന്ന് കാണുന്നതായിരിക്കും. നമ്മൾ ആര് ജയിച്ചാലും ബാക്കിയുള്ള ടീം നമ്മളുടെ പബ്ലിക് ഉപദേശിക്കാനും ഇതിൽ മറ്റേ കോ സിനിമയില്ലേ അതേപോലെ ആയിരിക്കും. പിന്നെ വേണമെങ്കിൽ അതില് മറ്റേ ഇത് വില്ലനാണ് മറ്റേ കൂടെ ഉള്ളത്. അയ്യോ അല്ലടാ, ഞാൻ പറയുന്നത് നമുക്ക് ഒരു പാർട്ടി ഉണ്ടാക്കി മൊത്തത്തിൽ കേരളം മൊത്തം മത്സരിപ്പിക്കണം, എന്നിട്ട് മുഖ്യമന്ത്രി ആവണം ഞാൻ. മുഖ്യമന്ത്രി ആവണോ? ഇതേ സാധനമാണ് വിജയും പറഞ്ഞത്. വിജയ് ഇതേപോലെ വീട്ടിൽ ഇരുന്നപ്പോ എനിക്കൊരു പാർട്ടി വേണം, എനിക്ക് മുഖ്യമന്ത്രിയാണ് തുടങ്ങി. അല്ല, ഇതൊക്കെ തന്നെയാണ് VD സതീശനും KC വേണുഗോപാലും സുധാകരനും ചെന്നിത്തലയും പറയുന്നത് എനിക്ക് മുഖ്യമന്ത്രി ആവണോ. സുധാകരൻ പോയല്ലോ, ഇനി 3 പേരാണ് അവിടെ. നിനക്ക് ആര് തോന്നണം UDF ജയിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തല. എനിക്കും രമേശ് ചെന്നിത്തലയാണ്, എനിക്കും റൈറ്റ് ഓപ്ഷൻ ആയിട്ട് തോന്നുന്നത് രമേശ് ചെന്നിത്തലയാണ്. പക്ഷെ KC അവസാനം എനിക്ക് VD സതീശനായിട്ടാണ് തോന്നുന്നത്. രമേശ് ചെന്നിത്തലയ്ക്ക് കേറാൻ ഉണ്ട്, പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നത് VD സതീശനല്ലേ. ഇപ്പോഴാ ഒരു വിജയത്തിന്റെ ഒരു ഇത് പുള്ളിക്കും ഇതുണ്ട്, പങ്കുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ആക്കാൻ പറ്റൂലല്ലോ. ഒരു വേറൊരു സാധനം വേണ്ടേ, വേറൊരു പിടി രമേശ് ചെന്നിത്തലയ്ക്കാണെന്ന് തോന്നുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് പരിപാടി നടത്തിക്കൊണ്ട് പോവാന്നൊരു സംഭവം ഉണ്ടല്ലോ, ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ അതൊക്കെ രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും ഉള്ളതെന്ന് തോന്നുന്നു. സതീഷിന്റെ കാര്യം ആക്ച്വലി ഇപ്പൊ ഈ സുധാകരന്റെ കേസ് ആണെങ്കിൽ പോലും പുള്ളി അത് നന്നായിട്ട് ഹാൻഡിൽ കാണിച്ച് അങ്ങനെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തില്ല. എനിക്ക് തോന്നുന്നു പുള്ളി പതുങ്ങിയിരിക്കുകയാണ് രമേശ്. അത് ചാടാനുള്ള പതുങ്ങക്കമാണ്, അതോ പതുങ്ങാനുള്ള പതുങ്ങക്കമാണെന്ന് അറിഞ്ഞൂടാ. രമേശ് ചെന്നിത്തല ഇതുവരെയ്ക്കും വലിയ ഫ്യൂമിംഗ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെയും. ജയിക്കട്ടെ എന്നുള്ളൊരു സാധനമാണ് പുള്ളി. ചെറിയ ഇതേ ഉള്ളൂ, മറ്റേ വലിയ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ചെയ്യുന്നില്ല. ജയിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നണം. അത് ജയിച്ചാൽ അവർക്ക് ഭാഗ്യം. കോൺഗ്രസ് ജയിക്കണതന്നെ കഷ്ടാ. അതിൽ മുഖ്യമന്ത്രി ആദ്യം ഫസ്റ്റ് ജയിക്കണത് നോക്കുക. കോൺഗ്രസ് എന്തായാലും സീറ്റ് തരില്ല. അല്ല, എനിക്ക് സാധ്യത രമേശ് ചെന്നിത്തലയ്ക്ക് അവരുടെ ഇപ്പോഴും അവർ അങ്ങനെ കാണുന്ന തോന്നുന്നു. പക്ഷെ LDF ആണെങ്കിൽ എനിക്ക് പിണറായി തന്നെ ആയിരിക്കും ഒരു ടേമും കൂടി അല്ലേ. പിണറായി വിജയൻ തന്നെ. വേറെ ആരുണ്ടെന്ന് പുള്ളി തന്നെ മറ്റേ പോസ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. ചോദിച്ചാ LDF അല്ലേ, പിന്നെ വേറെ ആരുണ്ടോ അങ്ങനെ എന്തോ കൊണ്ടാണ് ചോദിച്ചത്. LDF അല്ലാതെ വേറെ ആരുണ്ടോ അങ്ങനെ എന്തോ ഞാനല്ലാതെ ആരുണ്ടെന്ന്. അല്ലല്ല, LDF അല്ലാതെ ആരുണ്ടെന്നാണ്. പക്ഷെ പിണറായി വിജയൻ ആയിരിക്കും റൈറ്റ് ഓപ്ഷൻ. പിണറായി വിജയൻ തന്നെ ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ ശൈലജ ടീച്ചറോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫീമെയിൽ ചീഫ് മിനിസ്റ്റർ എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അത് നല്ലൊരു സാധനമായിരുന്നു. പക്ഷെ അവരത് അങ്ങനെ പ്രൊമോട്ട് ചെയ്യണതായിട്ട് എനിക്ക് തോന്നിയില്ല. ശൈലജ ടീച്ചർ നല്ല ഓപ്ഷനാണ്, നല്ല സംസാരിക്കാൻ നല്ല ഓപ്ഷനാണ്. പക്ഷെ അവര് മനഃപൂർവ്വം എത്തി ഒന്ന് ഇതാക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കോവിഡ് സമയത്ത് കയറി വന്നപ്പോ കേരളത്തിനൊരു വനിതാ ചീഫ് മിനിസ്റ്റർ ഒരു റൈറ്റ് അല്ലൊരു സമയം കഴിഞ്ഞു. ഗൗരിയമ്മ ആക്ച്വലി പണ്ട് ആവായിരുന്നതാണെന്ന് കേട്ടിട്ടുണ്ട്.
അല്ല അതിന്റെ സമയം കഴിഞ്ഞു പോയി. കാര്യം അത് ആവശ്യമുള്ളതാണ്. അങ്ങനെ സാധ്യത ഉള്ളത് LDF-ലേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ LDF-ലേ ഉള്ളൂ. UDF-ൽ അങ്ങനെ ആരും അങ്ങനെയല്ല. അങ്ങനെ ഒരു ഓറയുള്ള ആരും ഇപ്പൊ നമുക്ക് പറയാൻ തന്നെ UDF-ൽ ആരുണ്ട്? ഇല്ല. സ്ഥാനാർത്ഥികൾ തന്നെ കുറവാ. അതാ ഇപ്പം ഒരു ഫീമെയിൽ സ്ഥാനാർത്ഥി എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ തന്നെ കുറവാ. ആളില്ല. നമുക്ക് പറയാൻ തന്നെ കിട്ടുന്നില്ല. ഓർമ്മയിൽ പറഞ്ഞില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മളുടെ വിഷണറീസ് അല്ലെ, എന്തൊക്കെ ചെയ്യുമെന്നുള്ളത്. ഇത് കേട്ടിട്ട് നിങ്ങൾ ഉടനെ വിളിക്കാൻ നിൽക്കണം. അല്ല ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ, ഇതിൽ ആര് ജയിക്കും? ഒരു പ്രവചനം ചെയ്യും. എന്റെ പ്രവചനം എനിക്ക് തോന്നുന്നു നേരിയ ഭൂരിപക്ഷത്തിൽ UDF LDF ജയിക്കും. എനിക്ക് തോന്നുന്നു നേരിയ ഇതില് UDF ഇതാവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഭയങ്കര ജയിക്കണമെങ്കിലും ഭയങ്കര നാരോ ഇതിലായിരിക്കും. പക്ഷെ ഭരിക്കാൻ മറ്റവര് നല്ല പ്രശ്നമായിരിക്കും. കാര്യം ഈ LDF പൊതുവെ അതിനൊരു കപ്പാസിറ്റി വേണം. ഉമ്മൻചാണ്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു സമ്മതിക്കും. LDF പൊതുവെ പ്രതിപക്ഷത്ത് വരുമ്പോഴത്തേക്കും ടെറർ ആയിരിക്കും എപ്പോഴും. അവരാ ഫ്രസ്ട്രേഷനൊക്കെ ഒരു 5 വർഷം. പിന്നെ ഇപ്പൊ അവർക്ക് അങ്ങനെ മറ്റേ VS അച്യുതാനന്ദനെ പോലത്തെ ഒരു പ്രതിപക്ഷ നേതാവിനെ ഫേസ് ചെയ്യണ്ട. അത് വലിയൊരു ഭാഗ്യമാണ്. ഒരു ജനകീയനായ ഒരു പ്രതിപക്ഷ പുള്ളി പ്രതിപക്ഷ നേതാവില് തന്നെ ബെസ്റ്റ് പ്രതിപക്ഷ നേതാവ്. പിന്നെ അറഗൻസ് ഇല്ല, ആൾക്കാരെ കുറച്ചുകൂടി ഇഷ്ടമാണ് പുള്ളി. ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചില്ല. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ പോയി അന്വേഷിക്കുക. അത് ഭയങ്കര ഒരു ഇതാണ്. മറ്റേതുപോലെ ഇത് കയ്യിൽ നിന്ന് പോകൂല. ഇടയ്ക്ക് മറ്റേ വീട്ടിൽ പോയി ചോദിക്കാനൊന്നും പറയൂല. അങ്ങനെ അതില്ല. അത് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ പൊളിറ്റിക്സിൽ അത് ഭയങ്കരമായിട്ട് വേണ്ടൊരു സാധനമാണ്. ആ ഒരു അറഗൻസ് ഇല്ലായ്മയും ഡിപ്ലോമസിയും ഭയങ്കരമായിട്ട് വേണ്ടതാണ്. കാര്യം ഒന്ന് വെറുപ്പിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പിന്നെ ഇപ്പോഴത്തെ ഇതില് വെറുപ്പിക്കാനും അങ്ങനത്തെ കുറെ സാഹചര്യങ്ങളുണ്ട്. ഈ വീഡിയോയുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഒരു സംഭവമാണ്. അപ്പം ചെറിയൊരു സാധനം മതി, അങ്ങ് കയ്യിൽ നിന്ന് പോകും. എനിക്കൊന്ന് ഇതിൽ ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് സുരേഷ് ഗോപി ആയിരിക്കും. കുറെ സാധനങ്ങൾ പുള്ളി എപ്പോ വാ തുറന്നാലും എന്തെങ്കിലും ഒരു സാധനം വന്നിട്ട് പിന്നെ അതിലൊന്ന് ഇട്ടുകൊടുക്കും. പക്ഷെ കുറെ അനാവശ്യമായിട്ടും കിട്ടാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്ത് പറഞ്ഞാലും പ്രശ്നമാണ് അതേപോലെ. അപ്പൊ ആ ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊളിറ്റീഷ്യൻസ് എല്ലാം അങ്ങനെ നോക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നല്ലൊരു പൊളിറ്റിക്കൽ ഭാവി ഉണ്ടാവേണ്ട ഒരാളായിരുന്നു. അത് ഷാഫിയും പോയി. അതിന്റെ കൂടെ ഷാഫിയുടെ പിടിഞ്ഞു. ഇവിടെ നിന്ന് പത്തനംതിട്ടയിൽ നിന്ന് അവിടെ പോയി ജയിക്കുക എന്ന് പറഞ്ഞ അത്ര സ്റ്റാർഡം ഉള്ള ഒരാളായിരുന്നു. പക്ഷെ പുള്ളി അത് കളഞ്ഞു. അപ്പൊ അതൊക്കെ നോക്കേണ്ടതാണ് ഇവിടുത്തെ കാൻഡിഡേറ്റ്സും പൊളിറ്റീഷ്യൻസും എല്ലാവരും. അങ്ങനെ അതാണ് നമ്മളുടെ പൊളിറ്റിക്കൽ സെലിബ്രിറ്റി പോഡ്കാസ്റ്റ്. നമ്മൾ സെലിബ്രിറ്റി പോഡ്കാസ്റ്റിലാണ് തുടങ്ങിയതല്ലേ. സെലിബ്രിറ്റി ഇലക്ഷൻ നമ്മളുടെ വിഷണറീസ് ഒക്കെ നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലേ വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ എന്താ സമ്മർദ്ദം കൊടുക്കുക. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യണമെന്നില്ല, സബ്സ്ക്രൈബ് ചെയ്താലും മതി. 10 പേർക്ക് അയച്ചു കൊടുക്കുക. പ്രചരണം നിങ്ങൾ നമ്മുടെ ആളുകളായി പ്രവർത്തിച്ച് 10 പേർക്ക് അയച്ചു കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബും ചെയ്യിപ്പിക്കുക. അപ്പൊ ഗൈസ്, നമ്മുടെ വാഗ്ദാനങ്ങളും ആ ഒരു വിഷൻ കണ്ടില്ലേ? ചില്ലറക്കാരല്ല, നമുക്ക് രാഷ്ട്രീയ ഭാവിയിലും ഒരു ഇതുണ്ട്, ഒരു ഭാവിയുണ്ട്. ഇത്രയും കഴക്കൂട്ടത്തും ശ്രീകാര്യത്തും മാറ്റങ്ങൾ വരുത്താൻ പോകുന്ന കാര്യങ്ങൾ വിനുവും എല്ലാവരും പറഞ്ഞല്ലോ, ശ്രീകാന്തും ഒക്കെ പറഞ്ഞല്ലോ. ആക്കുള്ള നമ്മൾ മാറ്റി മറക്കും. അപ്പൊ ഗൈസ്, ഈ രാഷ്ട്രീയ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഇതേപോലെ നല്ല നല്ല വിഷയങ്ങൾ നമ്മൾ ഇനി എടുത്ത് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ രമേശ് ചെന്നിത്തലയ്ക്കും ചന്ദ്രശേഖരനും പിന്നെ പിണറായി വിജയനും ഒക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. പിന്നെ രാഷ്ട്രീയക്കാർക്കും ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതമാണ്. പെയ്ഡും നമ്മൾ എടുക്കുന്നതായിരിക്കും. എല്ലാവരെയും സമീപിക്കുന്നത് കേട്ടു, നമ്മളെ സമീപിച്ചില്ല. അപ്പം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ പറയുക. നമ്മൾ നല്ല ടോപ്പിക് ആണെങ്കിൽ നമ്മൾ ഇനിയും ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.